തികഞ്ഞ ദൈവസ്നേഹത്തിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. ഇഫദൈൻ ജീസസ് മിനിസ്ട്രീസിൻ്റെ ഈ ഓൺലൈൻ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്ന ഈ ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്യുന്ന, ഈ മീറ്റിങ്ങിൻ്റെ റെക്കോർഡിങ്ങിന് ശേഷം കാണുന്ന എല്ലാ ദൈവമക്കളെയും, കർത്തൃദാസന്മാരെയും കർത്തൃദാസിമാരെയും, കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെയും സമർപ്പിക്കപ്പെട്ടവരെയും, കർത്താവിൽ ഏറ്റവും പ്രിയരായ നിങ്ങളെ എല്ലാവരെയും ഞാൻ യേശു കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. വലിയൊരു ആത്മീയ അന്തരീക്ഷത്തിലേക്കാണ്, വലിയൊരു പരിശുദ്ധാത്മാഭിഷേകത്തിലേക്കാണ് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്തിരിക്കുന്നത്. ദൈവത്തിൻ്റെ മഹത്വം, ഗ്ലോറി നമ്മുടെ മധ്യത്തിലുണ്ട്. നമ്മളിന്നത് ഈ വചന ശുശ്രൂഷയുടെ മധ്യത്തിൽ തന്നെ നമുക്കത് പൂർണ്ണമായി മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. ആ നിറഞ്ഞ ദൈവസാന്നിധ്യം ഇന്ന് നമ്മുടെ കൂടാരങ്ങൾക്കകത്ത് വെളിപ്പെട്ടു വരും. ആ നിറഞ്ഞ ദൈവസാന്നിധ്യം നമ്മുടെ കൂടാരങ്ങൾക്കകത്ത് വെളിപ്പെട്ടു വരും. നിങ്ങളെ കർത്താവ് സ്പർശിക്കും. നിങ്ങൾ ആർക്കു വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്, ആ വ്യക്തിയുടെ അരികിലേക്ക് ദൈവത്തിൻ്റെ കൽപ്പന കടന്നു ചെല്ലും. നിങ്ങൾ ആർക്കു വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്, ആ വ്യക്തിയുടെ അരികിലേക്ക് ദൈവകൽപ്പന കടന്നു ചെല്ലും. ലോകം എത്ര വെറുക്കുന്ന വ്യക്തിയെയും, ലോകം എത്ര സ്നേഹിക്കാത്ത വ്യക്തിയെയും, ഒരുപക്ഷെ നമ്മൾ തന്നെ വെറുത്തു പോകുന്ന വ്യക്തികളെ പോലും യേശു സ്നേഹിക്കുന്നു. നമുക്ക് തന്നെ ഒട്ടും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു വ്യക്തിയാണെങ്കിൽ പോലും യേശു സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് അവിടുത്തെ നാമത്തെ ദൈവപുത്രൻ എന്ന് വിളിക്കുന്നത്. അതാ ഒരു പേഴ്സണാലിറ്റിയുടെ പ്രത്യേകതയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ യേശു കർത്താവിൽ തന്നെ ഒരേ സമയം മനുഷ്യപുത്രൻ എന്നും ദൈവപുത്രൻ എന്നും ബൈബിൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ നമുക്ക് യേശുവിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടതായ ഒരുപാട് കാര്യങ്ങൾ യേശുവിലുണ്ട്. ഇന്നും മനുഷ്യന് പൂർണ്ണമായിട്ടും സ്വാംശീകരിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത പല കാര്യങ്ങളും, പല മിസ്റ്ററീസും യേശുവിലുണ്ട്, ഇന്നുമുണ്ട്. ആ യേശു എന്ന് പറയുന്ന ആ വാക്കിനകത്ത് ഇനിയുമുണ്ട്, കടലോളമുണ്ട്, ഒരുപക്ഷെ കടലിനേക്കാളേറെയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത്, നമ്മൾ വെറുക്കുന്ന, നമുക്ക് ഇഷ്ടമല്ലാത്ത, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, നമുക്ക് മാർക്കിടാൻ പറ്റാത്ത വ്യക്തികളെ നമ്മൾ എന്തോ ചെയ്യും, മാറ്റി നിർത്തും. അല്ലെങ്കിൽ നമ്മൾ അവരുമായിട്ടുള്ള കോണ്ടാക്റ്റ് കട്ട് ചെയ്യും. പക്ഷെ ദൈവത്തിന് അത് പറ്റത്തില്ല. കർത്താവ് അവരെ വീണ്ടും റിട്രീവ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കും. വീണ്ടും അവരെ റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കും. വീണ്ടും അവരെ ഒന്നും കൂടെ മോൾഡ് ചെയ്തെടുക്കാൻ ശ്രമിക്കും. നമ്മൾ നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്ന പലതിനെയും കർത്താവിന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. എനിക്ക് കർത്താവ് തന്നിരിക്കുന്ന ഈ മെസ്സേജിന് ഇങ്ങനൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണമെന്നല്ല ഞാൻ ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ, എന്നെക്കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല ബോധ്യമുണ്ട്, ഈ പ്ലാറ്റ്ഫോമിൻ്റെ മേൽ അങ്ങനെ ഒരു അനോയിൻറ്റിങ് കിടക്കുന്നത് കൊണ്ട് ഇവിടെ എൻ്റെ പദ്ധതിയോ എൻ്റെ ഇൻട്രൊഡക്ഷനോ ഒന്നും ഇവിടെ ഒന്നും നടക്കൂല എന്നും, ഇത് വേണ്ടവർക്ക് വേണ്ടി കർത്താവ് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് അങ്ങനെ തന്നെ മൈക്ക് കൊടുത്തിട്ട് നിൽക്കുന്നു എന്ന് മാത്രം. വളരെ പ്രാർത്ഥനയോടിരിക്കുക. അപ്പോൾ എഴുതി തള്ളിയ കേസിനെയും കർത്താവ് എടുത്ത് പൂജ്യത്തിൻ്റെ ഇപ്പുറത്ത് വെച്ച് കൊടുക്കും. എഴുതി തള്ളിയ കേസിനെയും ഇപ്പം പൂജ്യമാണെങ്കിലും കർത്താവ് എടുത്ത് ഒരു സംഖ്യയ്ക്കിപ്പുറം വെച്ച് കൊടുക്കും. എന്ന് പറഞ്ഞാൽ യാതൊരു പ്രതീക്ഷയും ഇല്ലാത്ത ഒരു വ്യക്തിയാകട്ടെ, യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത ഒരു കാര്യമാകട്ടെ, അതിൻ്റെ അകത്ത് കർത്താവ് അതിനെ കണ്ടാൽ, യേശു അതിനെ കണ്ടാൽ, ദൈവം അതിൻ്റെ അരികിലേക്ക് ചെന്നാൽ അത് വിലയുള്ളതായിത്തീരും. ഇവിടെ ഞാൻ യോനായുടെ പുസ്തകമാണ് കർത്താവ് എനിക്ക് തന്നേക്കുന്നത്. യോനായുടെ പുസ്തകത്തിൽ നിന്ന് സംസാരിക്കാനാണ് ദൈവം എൻ്റെ ഉള്ളത്തിൽ ഒരു നിയോഗം തന്നിരിക്കുന്നത്. യോനായുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ 4-ാമത്തെ അധ്യായം, യോന എന്ന് പറയുന്ന ഒരു ചരിത്ര പുരുഷന് കർത്താവ് നിയോഗങ്ങൾ കൊടുക്കുകയാണ്. ഞാൻ ഈ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുൻപേയും ഞാൻ ഇങ്ങനൊരു വാക്ക് പറഞ്ഞു, എന്തെങ്കിലും ഹോളി സ്പിരിറ്റ് നിങ്ങളുടെ ഉള്ളിൽ
നിർബന്ധിച്ചാൽ, മീൻസ് ഇപ്പം ഞാൻ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞത് ഇങ്ങനെയാണ്. കഴിഞ്ഞ ആഴ്ച ഒരു രോഗിയായ ഒരു വ്യക്തി അടുത്ത് വന്ന് എവിടെ പോകാമെന്ന് ചോദിച്ചു. ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തോന്നിയില്ല. എന്നാൽ ഇന്ന് മറ്റൊരു രോഗി നിങ്ങളുടെ അടുത്ത് വന്നിട്ട് എവിടെ പോകാമെന്ന് ചോദിച്ചു ഹോസ്പിറ്റലിൽ പോവുകയാണെന്ന് പറയുവാണെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അതിനവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് പൊയ്ക്കളയരുത്. നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം അത് നിങ്ങളുടെ മേൽ അന്നത്തെ ആ ഒരു സമയം നിങ്ങൾക്ക് ദൈവമായിട്ടൊരു നിയോഗമാണ്. ആ ഒരു നിയോഗം നിങ്ങൾ ചെയ്യുന്നതിലൂടെ മറ്റെന്തൊക്കെയോ നിങ്ങൾക്ക് ഓപ്പൺ ആകാനുണ്ട്, മറ്റെന്തൊക്കെയോ ശുശ്രൂഷകൾ ദൈവം നിന്നെ ഏൽപ്പിക്കാനുണ്ട്. ഹല്ലേലൂയ. ഇവിടെ യോനായ്ക്ക് കർത്താവ് യോനായുടെ പുസ്തകം 1-ാമത്തെ അധ്യായം പഠിക്കുമ്പം നിയോഗം കൊടുക്കുകയാണ്. നിനവേയ്ക്ക് കടന്നു ചെന്ന് നിനവേക്കെതിരായി പ്രസംഗിക്കാൻ നിയോഗം കൊടുക്കുമ്പോൾ നിനവേ എന്ന് പറയുന്ന പട്ടണത്തോട് യോനായ്ക്ക് ഒരു അകൽച്ചയും ഒരു അതൃപ്തിയും ഒരു കോപവും ഉള്ളത് കൊണ്ട് ആള് തർശീശിലേക്ക് ടേൺ ചെയ്തു. ഞാനൊരു കാര്യം പറയാം. എൻ്റെ മുമ്പിൽ നിനവേ വയ്ക്കുന്നതും തർശീശ് വയ്ക്കുന്നതും കപ്പൽ കൊണ്ടുവരുന്നതും എല്ലാം ദൈവമാണ്. യോനായുടെ പുസ്തകം ഒന്ന് വചനം വായിച്ചിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കാം. യോനായുടെ പുസ്തകം 4-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. യോനായ്ക്ക് ഇത് അത്യന്തം അനിഷ്ടമായി, അവന് കോപം വന്നു. യോനായ്ക്ക് ഇത് അത്യന്തം അനിഷ്ടമായി, അവന് കോപം വന്നു. യോന ആരാ? യോന ചരിത്ര പുരുഷനാണ്. പഴയ നിയമം പഠിക്കുമ്പോൾ അത് യേശുവിൻ്റെ പ്രതിരൂപമാണെന്നൊക്കെ നമുക്കൊരു ഭാഗം നമുക്ക് ചില ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ കാണാനൊക്കെ പറ്റും. ഞാനിപ്പോൾ അതിലോട്ടൊന്നും അങ്ങനെ കയറുന്നില്ല. യോന ഒരു ചരിത്ര പുരുഷനാണ്. യോനായെ തിരഞ്ഞെടുത്തത് ദൈവമാണ്. നിയോഗങ്ങൾക്കായിട്ടാണ് യോനായെ ദൈവം തിരഞ്ഞെടുത്തത്. യോനായുടെ മുമ്പിൽ കർത്താവ് നിനവേ എന്ന് പറഞ്ഞൊരു പട്ടണമാണ് വെച്ചത്. ശ്രദ്ധിച്ച് കേൾക്കണേ. നിനവേ എന്ന് പറയുന്നൊരു നിയോഗമാണ് യോനായ്ക്ക് വെച്ചത്. യോനായ്ക്ക് കൊടുത്ത ശുശ്രൂഷ നിനവേയിലേക്ക് പോകുക, ഞാൻ ആ പട്ടണത്തോട് കോപിച്ചിരിക്കുന്നു, ഞാൻ അതിനെ നശിപ്പിക്കാൻ പോകുന്നു എന്ന് നീ പ്രസംഗിച്ച് പറയുക. ഇത് യോനായ്ക്ക് കൊടുത്തൊരു ദൗത്യമാണ്. അവിടെ ഒരു തർശീശ് ക്രിയേറ്റ് ചെയ്തത് യോനയാണ്. ദൈവം നമ്മളോടൊരു കാര്യം ചെയ്യാൻ പറയും. നമ്മൾ ആ കാര്യത്തെ ലോജിക്കലി ചിന്തിച്ച് കൂട്ടിക്കിഴിച്ച് അതിനെ സമ്മറൈസ് ചെയ്ത് ആകെ മൊത്തം വൃത്തികെട്ടൊരു പരുവമാക്കി മാറ്റി നമ്മൾ ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് തെറ്റി ഒഴിയുന്നതിനേക്കാൾ നല്ലത് ദൈവം എന്തെങ്കിലും ഒരു കാര്യം നമ്മളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, കർത്താവ് എന്തെങ്കിലും ഒരു അരുളപ്പാട് അറിയിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് മൂവ് ചെയ്യുന്നതാണ്. നിനവേ എന്ന് പറയുന്ന പട്ടണത്തോട് യോനയ്ക്കൊരു ഒരിതുണ്ട്, ഒരനിഷ്ടമുണ്ട്. അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്. ആ പട്ടണം വിഗ്രഹങ്ങളെ ആരാധിക്കുന്നൊരു പട്ടണമാണ്. ആ പട്ടണത്തെ ഭരിക്കുന്നൊരു ദേവതയുണ്ട്. ആ ദേവതയാണ് അവർ ആരാധിക്കുന്നത്. പാപത്തിൻ്റെ ഒരു പട്ടണമാണത്. പാപം ചെയ്യുന്ന ജനം മുഴുവനും വിഗ്രഹാരാധികളായിട്ടും ജനം മുഴുവനും ദൈവത്തിന് വിരോധം, ദൈവത്തെ കോപിപ്പിക്കുന്ന തരത്തിൽ ജീവിക്കുന്ന ഒരു പട്ടണമാണ്. ആ പട്ടണത്തെ ഭരിക്കുന്ന ഒരു രാജാവുമുണ്ട്. അപ്പം ആ പട്ടണത്തിനെതിരെ പ്രവചിച്ചു പറയാനാണ് യോനായോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചത് എങ്കിലും യോന അവിടെ ചില കാര്യങ്ങൾ യോനായുടെ ഇഷ്ടം അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തപ്പോൾ യോനായുടെ യാത്ര അവിടെ മുടങ്ങി. യോനായായിട്ട് മുടക്കി എന്ന് നമുക്കവിടെ തോന്നും. പക്ഷെ ദൈവം ഏൽപ്പിച്ച ഒരു ദൗത്യത്തിലേക്ക് ആ മനുഷ്യന് കയറാൻ പറ്റാത്തതിൻ്റെ കാരണം അദ്ദേഹം പല കാര്യങ്ങളും തൻ്റെ സ്വന്തം ഇഷ്ടത്തെ ദൈവശബ്ദത്തോടുകൂടെ കൂട്ടി യോജിപ്പിച്ചതുകൊണ്ടാണ്. യോനായ്ക്ക് കോപം വന്നു. ഒരു കോപം വന്നപ്പോൾ യോനായ്ക്ക് അനിഷ്ടം വന്നു. യോനായ്ക്ക് ഒരു അനിഷ്ടം വന്നപ്പോൾ താൻ ദൈവത്തിൻ്റെ കൽപ്പന മറുതലിക്കുന്ന ഒരു ചരിത്ര പുരുഷനായി മാറിയോ? ഒന്ന് ഓർത്തു നോക്കിയേ. ഒരു കോപം, നമുക്കൊരാളോടുള്ള ഇഷ്ടമില്ലായ്മ, നമുക്കൊരാളോടുള്ള കോപം, നമുക്കൊരാളോടുള്ള അതൃപ്തി നമ്മെ ദൈവത്തിൻ്റെ കൽപ്പനകളിൽ നിന്ന് വ്യതിചലിപ്പിക്കുമെന്ന് ഈ തിരുവെഴുത്ത് നമുക്ക് മുമ്പിൽ തെളിയിക്കുകയാണ്. നമ്മളൊരു സ്പിരിച്വൽ ബീയിങ് ആയിരിക്കുമ്പോൾ തന്നെ
നമ്മളൊരു ആത്മീയ മനുഷ്യനായിരിക്കുമ്പോൾ തന്നെ അതേ ആത്മീയ മനുഷ്യനിൽ വർക്ക് ചെയ്യുന്ന ഒരു ജഡിക മനുഷ്യനും കൂടെ യോനായിൽ വർക്ക് ചെയ്തു എന്നുള്ളത് തെളിവാണ്. കാരണം അനിഷ്ടവും കോപവും പാർഷ്യാലിറ്റി ഒന്നും വരുന്നത് സ്പിരിറ്റിൽ നിന്നല്ല. അപ്പൊ സ്പിരിച്വൽ ആണെന്ന് പറയുമ്പോഴും സ്പിരിച്വാലിറ്റിക്ക് ചേരാത്ത ഒരു ഫീലിങ്സ്, ഒരു ഇമോഷൻ അദ്ദേഹത്തിൽ വന്നപ്പോ ആക്ച്വലി അദ്ദേഹം ഇവിടെ വയലേറ്റ് ചെയ്തിരിക്കുന്നത് നിനവയോടുള്ള പ്രവചനത്തെ ഒന്നുമല്ല, നിനവയിലേക്കുള്ള യാത്രയോ അല്ല. ഇവിടെ വയലേറ്റ് ചെയ്തിരിക്കുന്നത് ദൈവത്തിൻ്റെ റൂളാണ്. ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ദൈവത്തിൻ്റെ റൂൾസിൽ നിൽക്കുന്ന കാലം വരെ ഉള്ള പകിട്ടേ ഉള്ളൂ. ഈ വേൾഡ് എന്ന് വെച്ചാൽ സാത്താൻ്റെ കയ്യിലാണ് ഈ സമയം. എന്നാൽ ഇവിടെ നമ്മളൊക്കെ നിന്ന് പിഴച്ചു പോകുന്നു എന്നുണ്ടെങ്കിൽ എവിടെയൊക്കെയോ നമ്മൾ ദൈവത്തിൻ്റെ റൂൾസിനകത്ത് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. എല്ലാ അർത്ഥത്തിലും ഇല്ല, എന്നാൽ എല്ലാ അർത്ഥത്തിലും വേണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ റൂൾസ് വയലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ കോൺസിക്വൻസസ് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. നമ്മൾ ദൈവ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ കോൺസിക്വൻസസ് അനുഭവിക്കുന്നുണ്ട്. ദൈവ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ പോയി കൈ കൊടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കോൺസിക്വൻസസ് അനുഭവിക്കുന്നുണ്ട്. ദൈവം വ്യസനിക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ പരിണിത ഫലങ്ങളെല്ലാം നമ്മൾ അനുഭവിക്കുന്നവരാണ്. എന്താ ആ ചരിത്രങ്ങൾ അല്ലെങ്കിൽ ആ സംഭവങ്ങളൊക്കെ നമ്മളോട് കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അതെന്താ നമ്മളെ ടീച്ച് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ റൂൾസിൽ നിൽക്കുമ്പോൾ ഒരു അനുഗ്രഹമുണ്ട്, ദൈവത്തിൻ്റെ കൽപ്പനകൾക്കകത്ത് നിൽക്കുമ്പോൾ ഒരു അനുഗ്രഹമുണ്ട്, ദൈവത്തിൻ്റെ വാക്കിന് ആമേൻ പറഞ്ഞ് മൂവ് ചെയ്യുമ്പോൾ ഉള്ള ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ഉണ്ട്, അല്ലേ? ഹല്ലേലൂയ. പക്ഷെ ഈ അറ്റ്മോസ്ഫിയർ ഇപ്പോൾ യോനയ്ക്കില്ല. കാര്യം എന്താ? ഓൾറെഡി യോന മനസ്സ് കലങ്ങിയിരിക്കുകയാണ്. കാരണം നിനവേ കാനഡ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, അല്ലേ? തൻ്റെ ഇഷ്ടത്തെ തൻ്റെ ജീവിതത്തോടുകൂടെ കൂട്ടി യോജിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ താൻ ദൈവത്തിൻ്റെ റൂൾസ് വയലേറ്റ് ചെയ്തു. ഇവിടെ വചനം പറയുന്നത് നോക്കിയേ, അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു, അയ്യോ യഹോവേ, ഞാൻ എൻ്റെ ദേശത്ത് ആയിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് ഇത് തന്നെ അല്ലയോ? അതുകൊണ്ടായിരുന്നു ഞാൻ തർശീശിലേക്ക് ബന്ധപ്പെട്ട് ഓടിപ്പോയത്. എന്ന് പറഞ്ഞാൽ യോനായ്ക്ക് ഈ നിനവെ എന്ന് പറയുന്ന പട്ടണം ദൈവത്തിന് യോഗ്യമല്ല, ദൈവത്തിന് പോലും എടുക്കാൻ കൊള്ളാത്തൊരു പട്ടണമാണെന്നും ഈ പട്ടണത്തെ ഒന്നും കർത്താവ് സന്ദർശിച്ചിട്ടും കാര്യമില്ലെന്ന് യോന അങ്ങ് മുൻവിധിച്ചു. നമ്മുടെ മുൻവിധികൾ പലതും തെറ്റാണ് എന്ന് പല സന്ദർഭങ്ങളിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ തെളിയിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളും നമ്മൾ അങ്ങനെയാണ് എന്ന് നമ്മൾ ധരിച്ചിരുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ അതങ്ങനെ അല്ല, വെറുതെ നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിച്ചു, വെറുതെ നമ്മൾ അങ്ങനെ ചിന്തിച്ചു, അങ്ങനെയൊന്നും ചെയ്യണ്ടായിരുന്നു, അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു എന്ന് പലവട്ടം നമ്മുടെയൊക്കെ ഉള്ളിൽ കർത്താവ് തന്നെ സംസാരിച്ചിട്ടുണ്ട്. എടാ നീ ഉദ്ദേശിക്കുന്ന പോലെ നീ കംപ്ലീറ്റ്ലി കാര്യങ്ങളൊന്നും ഓക്കെ അല്ല എന്ന് പലവട്ടം നമ്മളോട് തന്നെ നമ്മുടെ മനസ്സാക്ഷി സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ യോന ദൈവത്തിന് നേരെ വാദിക്കുകയാണ്, ഞാൻ തർശീശിലേക്ക് പോകാൻ കാരണം ഇതാ. അതിൻ്റെ കാരണം നമ്മൾ 1-ാമത്തെ അധ്യായം 2-ാമത്തെ അധ്യായം വായിച്ച് 3-ാമത്തെ അധ്യായം പകുതി വരെ വായിച്ചു വന്നാലേ നമുക്ക് അതിൻ്റെ കാരണങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാകത്തുള്ളൂ. എന്തായാലും ദൈവം എന്നെ ഏൽപ്പിച്ച ഒരു കാര്യത്തിലേക്ക് ഞാൻ ഇനി കടക്കുകയാണ്. അതിതാണ്, ഒരു തണൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നിട്ട് ആ തണൽ നമ്മെ വിട്ട് മാറി എന്ന് തോന്നുമ്പോൾ നമ്മൾ തളർന്നു പോകുന്നവരാകുമോ എന്ന ഒരു ചോദ്യം ഇന്നത്തെ ഈ സന്ദേശത്തിനകത്ത് ഉയരുന്നുണ്ട്. അതിൻ്റെ 3-ാമത്തെ വാക്യം വായിച്ചു വരുമ്പോൾ, ആകയാൽ യഹോവേ എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന് എന്ന് പറഞ്ഞു. നീ കോപിക്കുന്നത് വിഹിതമോ എന്ന് യഹോവ ചോദിച്ചു. ഒരു ദൈവികമല്ലാത്ത ഇമോഷൻ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഉരുത്തിരിഞ്ഞു വരുമ്പോൾ, ദൈവികമല്ലാത്ത ഒരു വികാരം
ദൈവികമല്ലാത്ത ഒരു സ്വഭാവം നമ്മുടെ ഉള്ളിൽ ഉരുത്തിരിഞ്ഞു വരുമ്പോൾ എന്തെല്ലാം ഒരാത്മീയൻ പറയാൻ പാടില്ലാത്ത വാക്കുകൾ അവൻ്റെ വായിൽ സ്വാഭാവികമായിട്ടും വരും എന്നുള്ളത് ഇവിടെ വ്യക്തമാണ്. ഒരു മനുഷ്യൻ ദൈവകൽപ്പനയെ വയലേറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ആ റൂൾസ് അവൻ ബ്രേക്ക് ചെയ്താൽ, അല്ലെങ്കിൽ അവൻ അതിൽ നിന്ന് വ്യതിചലിച്ചാൽ, ദൈവം അവനെ അയക്കുന്ന ദേശത്തേക്ക് അവന് പോകാനൊക്കത്തില്ല. 2, ദൈവം അവനെ കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ചെയ്യാനൊക്കത്തില്ല. എല്ലാവർക്കും വരുന്നൊരു വികാരം ഈ മനുഷ്യന് വന്നുള്ളൂ, കോപവും അനിഷ്ടവും. എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കൂ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഞാനെങ്കിൽ എനിക്ക് ന്യായമായിട്ടും ഒത്തിരി വ്യക്തികളോട് എനിക്ക് അനിഷ്ടം വരും. കാരണം എല്ലാവരും എന്നെ സ്നേഹിക്കുന്നവരല്ല. എന്നെ ആരൊക്കെ സ്നേഹിക്കുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അവരോടൊക്കെ എനിക്ക് അനിഷ്ടം വരും. അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് ഞാനെങ്കിൽ സ്വാഭാവികമായിട്ടും ആ അനിഷ്ടമുള്ള വ്യക്തികളെ കാണുമ്പോൾ എനിക്ക് കോപം വരും. അങ്ങനെ എനിക്ക് കോപം വന്നാൽ ദൈവം അയക്കുന്ന എല്ലാ ഇടത്തേക്കും എനിക്ക് പോകാനൊക്കത്തില്ല. 1. 2, നീ പോയാൽ നിന്നിലൂടെ ഒരു ശുശ്രൂഷ വെളിപ്പെടാനുണ്ട്. ആ ശുശ്രൂഷ മേജറായിട്ടുള്ളൊരു മിനിസ്ട്രിയാണ്. അത് താഴേക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. ആ മിനിസ്ട്രി നിന്റെ ഒരു വ്യക്തിയുടെ ഒരു താഴ്ന്ന ചിന്താഗതി കൊണ്ട് ആ മിനിസ്ട്രി ആ വ്യക്തിയെ കൊണ്ട് ദൈവത്തിന് ചെയ്തെടുക്കാനൊക്കത്തില്ല. 3, ഒരിക്കലും ഒരു ആത്മീയന്റെ വായിൽ വരാൻ പാടില്ലാത്തൊരു കാര്യമാണ് മരണത്തെക്കുറിച്ച്. മരണത്തെക്കുറിച്ച് എന്ന് പറയുമ്പോൾ എന്നെ അങ്ങ് കൊല്ല്, എന്നെ അങ്ങ് എടുത്തോ, എന്നെ ആർക്കും വേണ്ട, ഞാൻ അങ്ങോട്ട് വരാൻ തയ്യാറാന്നൊക്കെ പറഞ്ഞ് നമ്മൾ വലിയ വായിൽ വർത്താനം പറയുമ്പോൾ അതൊന്നും ഒരു ആത്മീയന് ചേരുന്ന ഒരു വാക്കല്ല എന്ന് ദൈവാത്മാവ് ഇവിടെ വെളിപ്പെടുത്തുന്നു. നമ്മുടെ ബുദ്ധിമുട്ടുകളും നമ്മുടെ സംഘർഷങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വർദ്ധിക്കുന്ന സന്ദർഭത്തിൽ ഏലിയാവ് ഒരിക്കൽ പറഞ്ഞു, എൻ്റെ പ്രാണനെ എടുത്തു കൊള്ളണമേ എന്ന് പറഞ്ഞു. പക്ഷെ കർത്താവ് എടുത്തില്ല. ഇവിടെ പറയാം, ആകയാൽ യഹോവ എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നല്ല തോന്നിപ്പോയി അദ്ദേഹത്തിന്. കാരണം ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നല്ലത് എന്ന് താൻ അവിടെ ഉറയ്ക്കുമ്പോൾ, ഇവിടെ ദൈവം നേരത്തെ പറഞ്ഞേക്ക്, നീ ജീവിച്ചിരുന്ന് നിന്നെയും കൊണ്ട് ചെയ്യിക്കാനുള്ള ഒത്തിരി കാര്യങ്ങൾ എനിക്കുണ്ടെന്ന്. അതിലൊരേ ഒരു ശുശ്രൂഷ മാത്രമാണ് നിനവയിലേക്കുള്ള യാത്രയും നിനവയോടുള്ള പ്രസംഗവും. അത് അദ്ദേഹം അങ്ങ് സൗകര്യപൂർവ്വം മറന്നിട്ട് ഞാൻ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് നല്ലത് എന്ന് അദ്ദേഹത്തോട് സംസാരിച്ച സ്പിരിറ്റ് ഏതാണ്? ഒരാത്മീയന്റെ ജീവിതത്തിൽ സ്പിരിറ്റിനെ ഐഡന്റിഫൈ ചെയ്യാതെ ജീവിച്ചാൽ അവന്റെ ലൈഫ് തകർച്ചയിലായി പോകും. ഒരാത്മീയന്റെ ജീവിതത്തിൽ അവനെ ഗൈഡ് ചെയ്യുന്ന സ്പിരിറ്റ് ഏതാണ്? ഒരു ദിവസത്തിൽ അവനെ ഹോളി സ്പിരിറ്റ് എത്ര സമയം ഗൈഡ് ചെയ്യുന്നു? ഹോളി സ്പിരിറ്റ് അല്ലാതെ മറ്റൊരു സ്പിരിറ്റ് എന്നെ റൂൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ട്, അത് ഏത് സമയം, അത് എങ്ങനെ എന്നൊരാത്മീയൻ മനസ്സിലാക്കിയില്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിനകത്ത് പാകപ്പിഴവരും അവന് പരാജയങ്ങളുണ്ടാകും. എന്നാൽ ഇന്ന് ഞാൻ ആത്മാവിൽ ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൈമാറുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്ന് മറ്റൊരാത്മാവിലേക്ക് നിന്നെ വ്യതിചലിപ്പിക്കുന്ന, ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് മറ്റൊരു നിയന്ത്രണത്തിലേക്ക് നിങ്ങളെ കൺവേർട്ട് ചെയ്യുന്ന, ദൈവിക സുവിശേഷത്തിൽ നിന്ന് മറ്റൊരു സുവിശേഷത്തിലേക്ക് നിങ്ങളെ കൺവേർട്ട് ചെയ്യുന്ന എല്ലാ ശത്രുവിൻ്റെ ഇൻഫ്ലുവൻസുകളും യേശുവിൻ്റെ നാമത്തിൽ കട്ടാകട്ടെ. കർത്താവ് ഒരൊറ്റ ചോദ്യമേ ഇത്രയും മറുപടിക്ക് ചോദിച്ചുള്ളൂ, നീ കോപിക്കുന്നത് വിഹിതമോ? ദൈവം അവന് വിഭാഗിച്ചു കൊടുത്ത സ്ഥലത്ത്, ദൈവം യോനയ്ക്ക് കൊടുത്തിരുന്ന സ്ഥലത്ത് താൻ നിൽക്കാതെ, അങ്ങോട്ടേക്ക് പോകാതെ മറുവശത്ത് വന്നു നിന്നുകൊണ്ട് ദൈവത്തിന് നേരെ കോപിക്കുന്നത്, നിനവയോട് കോപിക്കുന്നത് വിഹിതമോ? 5-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഒരു തീരുമാനം എടുക്കുകയാണ്, യോനയെ ടീച്ച് ചെയ്യാം. ഇതുപോലെ ഒത്തിരി യോനമാരെ കർത്താവ് ടീച്ച് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് മീ. എന്നെ ഉൾപ്പെടെ കർത്താവ് ടീച്ച് ചെയ്തിട്ടുണ്ട്. അതാണ് താഴേക്ക് വായിക്കാൻ പോകുന്നത്. അനന്തരം യോന നഗരം വിട്ടു ചെന്ന് നഗരത്തിന്റെ കിഴക്കേ വശത്തിരുന്നു. അവിടെ ഒരു കുടിലുണ്ടാക്കി നഗരത്തിന് എന്തു ഭവിക്കുമെന്ന് കാണുവോളം അതിൻ കീഴെ തണലിൽ പാർത്തു. ശ്രദ്ധിച്ച് കേൾക്കുക. നിനവയെ കർത്താവ് മുടിക്കും. ഇത് യോനയുടെ കണ്ണുകൊണ്ട് കാണണം. കാരണം യോന ഇത് പ്രവചിച്ചു പോയി. നിനവെ എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് യോനയെ കർത്താവ് നിർബന്ധിച്ചയപ്പിച്ച് പ്രവചിച്ചു പോയി. ഇനി ഈ പ്രവചനം നടന്നില്ല എന്നുണ്ടെങ്കിൽ യോനയ്ക്ക് കേട്, ഈ പട്ടണം തകരണമെന്ന് യോനയ്ക്കും ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. ഈ പട്ടണം മുടിയണമെന്ന് യോനയ്ക്കും ആഗ്രഹമുണ്ട്. ഞാനൊരു ദൈവശബ്ദം താങ്കളിലേക്ക് അറിയിക്കാൻ പോവാണ്.
പ്രാർത്ഥിക്കുന്നവർക്ക് പോലും പ്രാർത്ഥിക്കുന്ന ഒരുവൻ തകരണമെന്ന് വല്ലാതെ ആഗ്രഹം ജനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സാത്താൻ ഈ കാലഘട്ടത്തിൽ. ആത്മീയത്തിൽ നിൽക്കുന്നവർ പോലും ആത്മീയത്തിൽ തുടരുന്ന ഒരു വ്യക്തിയെ എങ്ങനെയെങ്കിലും ഇടിച്ചു തള്ളിയിടണമെന്ന് വല്ലാതെ സാത്താൻ ഉള്ളത്തിൽ ചിന്തിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ദൈവദാസനായിരിക്കുന്ന ദൈവഭൃത്യനായിരിക്കുന്ന യോനയ്ക്ക് അങ്ങനെ ചിന്തിക്കുന്നത് ന്യായമാണോ? യോന ആ പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയല്ലേ വേണ്ടേ? എന്നാൽ യോന ആ പട്ടണം തകരുന്നത് കാത്തിരിക്കുന്ന ഒരു സന്ദർഭം നമ്മളിവിടെ കാണുമ്പോൾ ചില ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്ന ചില വ്യക്തികളെ നമുക്ക് 3-ാമത്തെ അധ്യായത്തിൽ കാണാൻ പറ്റും. 3-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യഹോവയുടെ അരുളപ്പാട് 2-ാം പ്രാവശ്യം യോനയോടുണ്ടായത് എന്തെന്നാൽ, നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് ഞാൻ നിന്നോട് അരുളി ചെയ്യുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്കുക. അങ്ങനെ യോന പുറപ്പെട്ടു യഹോവയുടെ കൽപ്പന പ്രകാരം നിനവയിലേക്ക് ചെന്നു. എന്നാൽ നിനവെ 3 ദിവസത്തെ വഴിയുള്ള അതിമഹത്തായ ഒരു നഗരമായിരുന്നു. യോന നഗരത്തിൽ കടന്ന് ആദ്യം 1 ദിവസത്തെ വഴി ചെന്ന് ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവെ ഉന്മൂലമാകും എന്ന് ഘോഷിച്ചു പറഞ്ഞു. എന്നാൽ നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ചു. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. നമുക്ക് വിരോധമുള്ള ഒരു വ്യക്തി ഏത് സെക്കൻഡിലാണ് മാനസാന്തരപ്പെടുന്നതെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. നമുക്ക് കോപമുള്ളൊരു വ്യക്തി അല്ലെങ്കിൽ നമുക്ക് അനിഷ്ടമുള്ളൊരു വ്യക്തി ഏത് സെക്കൻഡിലാണ് മാനസാന്തരപ്പെടുന്നതെന്ന് നമുക്കാർക്കും പറയാനൊക്കത്തില്ല. അതുകൊണ്ട് ആരോടെങ്കിലുമൊക്കെ വെറുപ്പോ, ആരോടെങ്കിലുമൊക്കെ കോപോ, ആരോടെങ്കിലുമൊക്കെ അനിഷ്ടം ഉണ്ടെങ്കിൽ ഇന്ന് ഈ വചനത്തിൻ്റെ മുമ്പിൽ മാറ്റിക്കുവാണ്. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഞാൻ താഴേക്ക് പറഞ്ഞു വരിക. എന്നാൽ നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ച് ഒരു ഉപവാസം പരസ്യം ചെയ്ത് വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടെടുത്തു. എനിക്ക് ഈ 3-ാമത്തെ അധ്യായത്തിൽ നിന്നും 4-ാമത്തെ അധ്യായത്തിൽ നിന്നും എനിക്ക് ഒത്തിരി ദൂത് പറയാനുണ്ട്. ഒന്ന്, എത്ര വലിയ നെഗറ്റീവായിട്ടുള്ള പ്രവചനം കേട്ടാലും വിധി പറഞ്ഞാലും ഉപവാസത്തിന്റെ മുമ്പിൽ പൊട്ടാത്ത കെട്ടില്ല കേട്ടോ. എത്ര വലിയ പ്രതിസന്ധി കൊണ്ടുവരുന്ന കേസ് കെട്ടാണെങ്കിലും ദൈവസന്നിധിയിൽ തീരുമാനമെടുത്ത് ഉപവസിച്ചിരിക്കുന്നവന്റെ മുമ്പിൽ തകരാത്ത മതിലും കയറുമില്ല കേട്ടോ, പൊട്ടാത്ത ചങ്ങലകളില്ല കേട്ടോ. നിനവയോട് ചെന്ന് പറഞ്ഞു, നിനവേ ഇനി 40 ദിവസം കഴിഞ്ഞാൽ ബൈ ബൈ, നിങ്ങളെന്ന് പറയുന്ന പട്ടണം പോലും കാണത്തില്ല. നോഹയുടെ കാലത്തുണ്ടായതുപോലെ നിങ്ങൾ നശിക്കാൻ പോവുക എന്നൊക്കെ പറഞ്ഞ് ഘോഷിച്ച് യോന പ്രസംഗിച്ചു. യോനയും ചിന്തിച്ചു ദൈവത്തിന് ഈ ഒരു ഫേസേ ഉള്ളൂ എന്ന് വെച്ചാൽ തകർക്കുന്ന ഒരു ഫേസ്. ഞാനൊരു ദൈവശബ്ദം നിങ്ങളോട് പറയാം. പണിയുന്ന ഒരു ഫേസ് ദൈവത്തിനുണ്ട്. നിങ്ങൾക്കറിയാവോ? എത്ര 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 അധപ്പതിച്ചു പോയവനെയും കൈകളിലെടുത്ത് പണിയുന്നൊരു നല്ല കുശവനാണ് കർത്താവ്. എത്ര ഉടഞ്ഞു പോയതിനെയും കൈകളിലെടുത്ത് നന്നായിട്ട് പുതിയൊരു പാത്രമാക്കി തീർക്കുന്ന കുശവനാണ് കർത്താവ്. ഇന്ന് തകർന്നു പോയ ആരൊക്കെയോ എന്നെ കേട്ടോണ്ടിരിക്കുകയാണ്. ഇന്ന് തകർന്നു പോയി എന്ന് പറയുന്ന ഒത്തിരിയും കേസുകളുള്ളവർ എന്നെ കേട്ടോണ്ടിരിക്കുകയാണ്. എൻ്റെ ഹെൽത്ത് സംബന്ധമായി ഞാൻ തകർന്നുപോയി, ഞാൻ ഫിനാൻഷ്യലി ഞാൻ തകർന്നുപോയി, എൻ്റെ ജീവിതത്തിൽ ഞാൻ തകർന്നുപോയി, കുടുംബത്തിൽ ഞാൻ തകർന്നുപോയി, എൻ്റെ കഴിവുകളെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു, എൻ്റെ കൃപകൾ നഷ്ടപ്പെട്ടു, എൻ്റെ അഭിഷേകം പോയി, എൻ്റെ പ്രാർത്ഥന പോയി, എൻ്റെ അന്യഭാഷ പോയി എന്നൊക്കെ പറയുന്ന ഒത്തിരി പേർ എന്നെ കേട്ടോണ്ടിരിക്കുമ്പോൾ ഞാൻ ദൈവാത്മാവിൽ പറയുന്നു, ദൈവം നിന്നെ വെറുക്കുന്നില്ല, ദൈവം നിന്നെ കളയുന്നില്ല. നിന്റെ ജീവിതത്തിൽ ഇന്ന് സംഭവിച്ചതൊക്കെ ദൈവം കൈവിട്ടതിൻ്റെ ലക്ഷണമാണ് എന്നൊക്കെ നിങ്ങളോട് സാത്താൻ മന്ത്രിച്ചു തരുമ്പോൾ അതങ്ങനെ അല്ല എന്ന് തെളിയിക്കുന്ന ഒരു ദൈവശബ്ദം നിന്റെ അരികിലേക്ക് വരികയാണ്. നിനവേക്കാർ ഇത് കേട്ടപ്പോ, നിനവേലെ രാജാവ് ഇത് കേട്ടപ്പോ, നിനവേക്കാരെല്ലാരും കൂടെ ഒരു തീരുമാനം എടുത്ത്, എന്നാ അത്? യഹോവയുടെ നാമത്തിൽ ഒരു ഉപവാസം പ്രഖ്യാപിക്കാം. ഉപവാസത്തിനകത്ത് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഉപവസിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് നിങ്ങൾക്കറിയാവോ? എന്നാൽ ഇവിടെ നിനവേക്കാരുടെ ഒരു ഉപവാസത്തെക്കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. നിനവേക്കാരുടെ ഒരു ഉപവാസം, എങ്ങനെ അവരുടെ ഉപവാസവും നമുക്കൊന്ന് നോക്കാം. എന്നാൽ നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ച്, ഞാനൊരു ആത്മാവിലൊരു ദൂത് പറയുകയാണ്. 3-ാമത്തെ വാക്യം നിങ്ങളൊന്ന് കേട്ടെ. 4-ാമത്തെ വാക്യം നിങ്ങളൊന്ന് വായിച്ചേ. ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവെ ഉന്മൂലമാകും.
ഇത് യോനായിലൂടെ ദൈവം പറഞ്ഞ വാക്ക്, ഇത് യോനായുടെ ഇഷ്ടത്തിൽ പറഞ്ഞ വാക്കൊന്നുമല്ല. ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവെ ഉന്മൂലമാകും. ഈ വാക്കിനെ ബ്രേക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രൊഫറ്റിൽ അവർ ആശ്രയിച്ചില്ല. ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ, ഇനി ഇത്ര ദിവസം കൂടെ ഉള്ളൂ, ഇനി ഇത്ര സമയം കൂടെ ഉള്ളൂ, ഇനി ഇത്ര മാസം കൂടെ ഞാൻ ജീവിക്കത്തുള്ളൂ, കുഞ്ഞെ, ആ വാക്കിനെ ബ്രേക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിച്ച് കേട്ടാട്ടെ. ഇനി 40 ദിവസം കഴിഞ്ഞ പറഞ്ഞ പ്രൊഫറ്റിന് ഈ ദിവസമൊന്നും തെറ്റിയിട്ടില്ല. ദൈവം പറഞ്ഞ ഡേറ്റ് തന്നെ പറഞ്ഞേ. പക്ഷേ ദൈവത്താൽ പുറപ്പെടുവിച്ച ഒരു വിധിയെ ദൈവത്തെ കൊണ്ട് തന്നെ തിരിച്ചെടുപ്പിക്കാൻ തക്കവണ്ണം നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ചു എന്ന് പറയുമ്പോൾ എന്ത് ക്വാളിറ്റിയാണ് നിനവേക്കാർ ദൈവത്തിൻ്റെ മുമ്പിൽ വെച്ചത് എന്ന് ഞാനിവിടെ ചിന്തിക്കുക. നിനവെ പാപം ചെയ്തൊരു പട്ടണമാണ്. നിനവെ മിഥ്യാമൂർത്തികളെ ആരാധിക്കുന്ന, മിഥ്യാബിംബങ്ങളെ ഭജിക്കുന്ന ഒരു പട്ടണമാണ്. നിനവെ ദൈവത്തിന് വിരോധമായിരിക്കുന്ന ഒരു പട്ടണമാണ്. പക്ഷെ ആ പട്ടണത്തിലുള്ളവർ ദൈവത്തെ സ്വാധീനിച്ചു. ഞാൻ ആത്മാവിൽ ഒരു കാര്യം പറയാം. തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, പിമ്പന്മാർ പലരും മുമ്പന്മാരും, മുമ്പന്മാർ പലരും പിമ്പന്മാരുമാകുന്നൊരു കാലഘട്ടം വരുമെന്ന്. പ്രിയപ്പെട്ട സുഹൃത്തെ, ഒരു കാലം മുൻപന്തിയിൽ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന നിങ്ങൾ ഇന്ന് പിൻപന്തിയിലായി പോയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക. മുൻപന്തിയിൽ നിന്ന് ദൈവകാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നവർ, മുൻപന്തിയിൽ നിന്ന് ദൈവത്തിന് പ്രയോജനപ്പെട്ടുകൊണ്ടിരുന്നവർ, മുൻപന്തിയിൽ ആത്മാക്കളെ നേടിക്കൊണ്ടിരുന്നവർ, മുൻപന്തിയിൽ വിശ്വാസത്തിൽ നിന്നവർ, മുൻപന്തിയിൽ ഏത് കാര്യങ്ങൾക്കും ദൈവകൃപയോടെ നിന്നവർ പിന്നിലേക്ക് തഴയപ്പെട്ടില്ല, തള്ളപ്പെട്ടില്ല, പിന്നിലേക്ക് ബാക്ക് സ്ലൈഡ് ചെയ്തു പോയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക. ഹല്ലേലൂയ. ഈ ദൈവശബ്ദം കേട്ടതും നിനവേക്കാർ ഉപവാസം പ്രഖ്യാപിച്ചു. ഇന്ന് ആത്മാവിൽ ഞാൻ പറയാം, ഉപവസിച്ച് മടുത്തുപോയ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? ഉപവാസത്തോട് അവിശ്വാസം തുടങ്ങി ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? ഉപവസിച്ചെന്റെ ആരോഗ്യം ക്ഷയിച്ചത് തന്നെ മിച്ചമെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? എന്നാൽ നിനവയുടെ ഉപവാസം ശ്രദ്ധിക്കുക. എന്നാൽ നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ചൊരു ഉപവാസം പരസ്യം ചെയ്തു. വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടുടുത്തു. ഇവിടെ വലിപ്പ ചെറുപ്പമൊന്നുമില്ല. ഇവിടെ പാസ്റ്റർ, വിശ്വാസി, വർഷിപ്പർ അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഒരുപോലെ രട്ടുടുത്തു. ഉപവസിക്കുന്ന സന്ദർഭത്തിൽ എത്ര പേർ ഉപവസിക്കുന്നോ അത്രയും പേർക്കും ഒരേപോലെ ഒരേ മനസ്സ്, ഒരു യൂണിറ്റി ഉണ്ടാകണം. ഇയാൾ അപ്പുറത്ത് പോയി ഉപവസിച്ചോ, ഞാൻ വന്നിട്ട് ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചോളാം, ഞാൻ ഇവിടെ ഇരുന്ന് ഉപവസിച്ചോളാം, നിങ്ങൾ അവിടെ ഇരുന്ന് ഉപവസിക്കുക, ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോളാം, നിങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക, ഞാൻ ഇന്ന് 2 നേരത്തെ ഫുഡ് മാത്രമേ സ്കിപ്പ് ചെയ്യുന്നുള്ളൂ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ ഇവിടെ ഒരുപോലെ രട്ടുടുത്തു, ഒരുപോലെ. ഒരുമയ്ക്ക് പ്രാധാന്യമുണ്ട്, ഒരുമയ്ക്ക് പ്രാധാന്യമുണ്ട്. ഹല്ലേലൂയ. അവർ വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടുടുത്തു. പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചേച്ച് പോവരുത്. ഉപവസിക്കുന്ന വ്യക്തിയുടെ തലയെ കൂടെ കൊണ്ട് 2 വിഷയം കൂടെ കൊട്ടിയിട്ടിട്ട് നമ്മൾ പോവരുത്. ഒരുപോലെ രട്ടുടുത്തു. അതൊരു ഡിസിഷനാണ്. അമ്മ ഇന്ന് ഉപവസിക്കുവാണോ, ഇത് ഒരു വിഷയമുണ്ട്, ഈ വിഷയം കൂടെ ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ എന്ന് പറഞ്ഞ് നിങ്ങൾ പോയി ബിരിയാണി അടിക്കല്ലേ. ഒരുപോലെ രട്ടുടുത്തു. അമ്മ ഇന്ന് ഉപവാസമാണോ, എൻ്റെ എക്സാമിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ എന്ന് പറഞ്ഞ് മോൾ ഇഡലിയും കഴിച്ചിട്ട് കോളേജിൽ പോവരുത്. കോളേജിൽ പോവരുതെന്നല്ല പാസ്റ്റർ പറഞ്ഞേ, ആ പേരും പറഞ്ഞ് ലീവ് എടുത്തിട്ട് വെറുതെ എനിക്ക് പ്രശ്നം ഉണ്ടാക്കല്ലേ. മോളെ പറ്റുമെങ്കിൽ നീയും കൂടെ ഉപവസിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരോട് ഉപവസിക്കാൻ പറ്റുന്നൊരു ദിവസം ഡിസൈഡ് ചെയ്യുന്നതല്ലേ നല്ലത്. മോളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി മദർ ഫാസ്റ്റ് ചെയ്യുമ്പോൾ മോള് 3 നേരത്തെ ഫുഡും കഴിച്ച് വാട്സാപ്പ് നോക്കി FBയിൽ ചാറ്റിങ് ചെയ്ത് പറ്റുമെങ്കിൽ ഒരു നല്ലൊരു സോങ്ങും കേട്ടിട്ട് കയറിക്കിടന്നാൽ അവിടുത്തെ മറുപടി ന്യായമായിട്ട് എന്ത് കിട്ടണോ നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഹല്ലേലൂയ. മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് അവളും കൂടെ അറ്റ്ലീസ്റ്റ് 1 ടൈമെങ്കിലും അവൾ ആ ഒരു യൂണിറ്റിയോടുകൂടെ വന്നിരുന്ന് പ്രാർത്ഥിക്കണം.
അങ്ങനെ ആരാർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവരുടെയും കൂടെ ഒരു സഹകരണം ഉണ്ടാകണം. ഒരുമിച്ച് വലിയവരും ചെറിയവരും, ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം, വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടുടുത്തു. അതൊരു ഒരുക്കമാണ്. അവരുടെ രാജവസ്ത്രം മാറ്റിവെച്ചു, അവരുടെ എല്ലാ മഹിമകളും മാറ്റിവെച്ചു, അവരുടെ കിരീടം മാറ്റിവെച്ചു, അവരുടെ സ്റ്റാർ മാറ്റിവെച്ചു, അവരുടെ യൂണിഫോം മാറ്റിവെച്ചു, ഒരുപോലെ രട്ടുടുത്തു. വർത്തമാനം നിനവേ രാജാവിന്റെ അടുക്കൽ എത്തിയാറേ അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റു. അതിൽ നിന്നൊക്കെ എഴുന്നേക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടുള്ള കാര്യം. പൊസിഷൻ വിടുക, പൊസിഷനിൽ നിന്ന് എഴുന്നേക്കുക, പൊസിഷനിൽ നിന്ന് ഒരല്പ താഴേക്ക് വന്നൊരു സാധാരണക്കാരനെ പോലെ സംസാരിക്കുക, അല്ലെങ്കിൽ ഒരു സാധാരണ വ്യക്തി ഒരു സാധാരണക്കാരിലും സാധാരണക്കാരനാകുക എന്നൊക്കെ പറഞ്ഞാൽ ഈ കസേര പിടിച്ചുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ നിനവേക്കാരൻ്റെ പ്രത്യേകത ഇതാണ്. ആള് പാപിയൊക്കെ തന്നെയാണ്, ആളുടെ ദേശം പാപം ചെയ്യുന്ന ദേശമൊക്കെ തന്നെ, ആള് ദൈവത്തിന്റെ വിരോധിയൊക്കെ തന്നെയാണ്. പക്ഷേ ഒരു ദൈവശബ്ദം കേട്ട ആളുടെ അകം കത്തു എന്നുള്ള കാര്യം മനസ്സിലായി. രാജാവ് കേട്ടപ്പോ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റു. ഇവിടെ ഭൂമി കുലുക്കം ഉണ്ടാവുന്നു എന്ന് പറഞ്ഞാലും കസേര പിടിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ഗാഡ്. ഭൂമി കുലുങ്ങുന്നു എന്ന് പറഞ്ഞാലും പുള്ളി അഹങ്കാരം വിടത്തില്ല. ഭൂമി കുലുങ്ങുന്നു എന്ന് പറഞ്ഞാലും പുള്ളി ഒരു നേരെ യേശുവെ എന്ന് വിളിക്കത്തില്ല. പക്ഷെ ഇവിടെ രാജാവ് രാജാസനത്തിൽ നിന്ന് എഴുന്നേറ്റു. രാജസന്നിധിയിൽ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റു. രാജവസ്ത്രം നീക്കിവെച്ച് രട്ടുപുതച്ച് വെണ്ണീറിലിരുന്നു. സാധാരണക്കാരന്റെ കൂടെ ജോയിൻ ചെയ്തു. ഒരു വീടിനകത്ത് വിടുതൽ നടക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ, വീടിന്റെ ഹെഡ് മുതൽ ടെയിൽ വരെ ഒരുപോലെ ആയിരിക്കണം. അതിനകത്തുള്ളൊരു വിടുതൽ വേറെയാണ്. ആ വീടിനകത്തുള്ള അന്തർജനം മാത്രം ഇരുന്ന് ഉപവസിച്ചാൽ സത്യം പറഞ്ഞാൽ നിങ്ങൾ അധികമായിട്ട് അവരെ കൊണ്ട് ഭാരം ചുമപ്പിക്കുക. എന്നാൽ ആ വീടിനകത്തുള്ള എല്ലാവരും കൂടെ ഒന്ന് ഒരുമിച്ച് ഒന്ന് രട്ടെടുത്ത് വെണ്ണീറിലിരുന്നാൽ നിങ്ങൾ 40 ഇരുന്ന നിങ്ങൾ 20 ആകുമ്പോൾ തന്നെ ഡെലിവറൻസ് കിട്ടും. എനിക്ക് അറിഞ്ഞൂടാ, ഞാനിത് എന്തോ ആത്മാവിൽ ഇങ്ങനെ ഈ സന്ദേശം ഇങ്ങനെ ഞാൻ മെസ്സേജ് കൊടുത്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ആ രാജാവും അവരോട് കൂടെ ഇറങ്ങി ഉപവസിക്കാൻ ഇരുന്നു. അവൻ നിനവയിൽ എങ്ങും ഘോഷിച്ച് പരസ്യമാക്കിയത് എന്തെന്നാൽ രാജാവിൻ്റെയും അവൻ്റെ മഹത്തുക്കളുടെയും ആജ്ഞയാവിത്, മനുഷ്യനോ മൃഗമോ, ശ്രദ്ധിച്ചേ, മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഒരു വസ്തുവും ആസ്വദിക്കരുത്. അവിടുത്തെ മൃഗത്തെ പോലും ഉപവസിക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യിച്ചു. മക്കളെ ഉപവസിക്കാൻ നിങ്ങൾ എൻകറേജ് ചെയ്യാറുണ്ടോ? കുഞ്ഞു പിള്ളേരുടെ കാര്യം അല്ല കേട്ടോ ഞാൻ പറയുന്നത്. മക്കളെ ഉപവാസം എന്തെന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ? ഉപവസിക്കാറുണ്ടോ? അറ്റ്ലീസ്റ്റ് ഒരു 3 days നിങ്ങൾ ഫാസ്റ്റ് ചെയ്യാറുണ്ടോ? 7 days ഫാസ്റ്റ് ചെയ്യാറുണ്ടോ? അറ്റ്ലീസ്റ്റ് 1 day ഫാസ്റ്റ് ചെയ്യാറുണ്ടോ? 1 day 3 times നിങ്ങൾക്ക് ഫുഡ് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നല്ല സെൻസിലെടുക്കുക. ഇന്നത്തെ ഒത്തിരി മെഡിസിൻസ് കഴിക്കുന്നവരുണ്ടാകും. അവരൊക്കെ അവരുടെ ഹെൽത്ത് അനുസരിച്ച് വേണം ഡിസിഷൻ എടുക്കാൻ. ഒരിക്കൽ ഞങ്ങളുടെ ഈ മീറ്റിങ്ങിൽ 21 days ഫാസ്റ്റിംഗ് പ്രഖ്യാപിച്ചു. ഒരു അസുഖത്തിന് മെഡിസിൻ എടുത്തുകൊണ്ടിരുന്ന ആൻറ്റി ഞാൻ ഈ പറഞ്ഞതും കേട്ട് ഫാസ്റ്റ് ചെയ്യാൻ വേണ്ടി, ആൻറ്റി റീസെൻ്റ്ലി ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തായിരുന്നു, ഈ ഫാസ്റ്റിംഗ് പ്രഖ്യാപിച്ചു. 21 days-ൽ 17 days-ഉം ഒരു തുള്ളി വെള്ളവും കുടിക്കാതെ എങ്ങനെ ഇരുന്നു വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. 17 ദിവസം എന്നാണ് അവരുടെ ഹസ്ബൻഡ് എന്നെ വിളിച്ച് പരാതി പറഞ്ഞത്. 17 or 15 ദിവസമായിട്ട് വെള്ളം കുടിക്കാതെ 3 നേരം ഭക്ഷണവും കഴിക്കാതെ അവർ ഫാസ്റ്റ് ചെയ്ത് അവസാനം തല കറങ്ങി വീണു. അവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത്. പാസ്റ്റർ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സഭയെ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ഹസ്ബൻഡ്, അതൊരു അക്രൈസ്തവ കുടുംബം കൂടാ. പാസ്റ്റർ ഞങ്ങളുടെ കുടുംബം തകർക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെയാണ് അദ്ദേഹം ചോദിച്ചത്. ന്യായമായ കാര്യമാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ കേൾപ്പിച്ചതെന്ന് വെച്ചാൽ അവർ ബുദ്ധിപൂർവ്വം അത് ഹാൻഡിൽ ചെയ്തില്ല. നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ നമുക്കേ അറിയൂ. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ആ ഡിസിഷൻസ് ഒക്കെ എടുക്കാനായിട്ട്. ഒരു അസുഖം ഇല്ലാത്തവർക്കൊക്കെ ഫാസ്റ്റ് ചെയ്യാം. എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാകുന്നുവെങ്കിൽ മെല്ലെ അതിനെ ട്രെയിൻ ചെയ്യാം. ഒറ്റയടിക്ക് 21, 41 എടുക്കാൻ അല്ല കർത്താവ് പഠിപ്പിച്ചേക്കുന്നത്. നമുക്കതേവും ബുദ്ധി തന്നേക്കുന്നത്. നമ്മൾ മെല്ലെയാണ് ഈ കാര്യങ്ങൾ ശീലിക്കുന്നത്. ഓക്കെ, കം ടു ദ പോയിന്റ്. അപ്പോൾ വലിയവരും ചെറിയവരും രട്ടെടുത്ത് വെണ്ണീറിലിരുന്നു. നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഈ ഫാസ്റ്റിങ്ങിൻ്റെ ഒരു വലിയ ബ്ലെസ്സിങ് നിങ്ങളൊന്ന് കേട്ടെ. അപ്പോൾ വെണ്ണീറിലിരുന്നു. അവൻ നിനവയിൽ അപ്പോൾ
മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഒരു വസ്തുവും ആസ്വദിക്കരുത്, മേയുകയും വെള്ളം കുടിക്കുകയും അരുത്. മനുഷ്യനും മൃഗവും രട്ടുപുതച്ച ഉച്ചത്തിൽ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കണം. ഉപവാസ ദിവസം ഫോൺ എടുത്തു വെച്ച് മറ്റുള്ളവരുടെ വിശേഷം തിരക്കാനല്ല ഇവിടെ പറയുന്നത്. വേറെ എന്തെങ്കിലും പ്രോഗ്രാം കണ്ട് ഞാനിന്ന് ഉപവസിച്ചു എന്ന് എന്നെ തന്നെ കൺവിൻസ് ചെയ്യുക അല്ല വേണ്ടത്. ഉപവാസം എടുക്കുന്ന ദിവസം കുറച്ചു നേരം ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് കൂടുതൽ നേരം പോയി കിടന്ന് ഉറങ്ങി സമയം കളയുകയല്ല വേണ്ടത്. പലരും ചിന്തിക്കുന്നുണ്ട്, വല്ല വിധേന ഈവനിങ് ആയെങ്കിൽ വൈകുന്നേരം ശാപ്പാടടിക്കായിരുന്നു എന്ന് ചിന്തിക്കുകയല്ല വേണ്ടത്. വാച്ച് നോക്കി സമയം തള്ളി കണ്ണുകൊണ്ട് വാച്ചിന്റെ സൂചിയെ തള്ളി മുന്നോട്ട് നീക്കുകയല്ല വേണ്ടത്. വാച്ചിനെ നോക്കി പേടിപ്പിക്കുക അല്ല വേണ്ടത്. ഒരു വസ്തുവും ആസ്വദിക്കരുത്, ഒരു വസ്തുവും ആസ്വദിക്കരുത്, മേയരുത്, വെള്ളം കുടിക്കരുത് എന്ന് പറയുമ്പോൾ എത്ര സീരിയസ് ആയിട്ടാണ് ആ ഫാസ്റ്റിങ്ങിനെ, ആ ഒരു ദൈവശബ്ദത്തെ നിനവേക്കാർ എടുത്തത് എന്ന് നമ്മൾ ചിന്തിക്കണം. ദൈവശബ്ദമൊക്കെ വരുന്ന സന്ദർഭത്തിൽ നമ്മൾ ലാഘവത്തോടെയാണ് ഒരു ആമയം പറഞ്ഞ് അങ്ങ് തള്ളു, അതിനെ നടക്കുന്നേ നടക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ നിനവേക്കാരുടെ രീതി വേറെ. കാര്യം നമുക്ക് പറയാൻ കുറേ കുറ്റമൊക്കെ ഉണ്ട്. ഞാനൊരു കാര്യം നിന്നോട് പറയാം, നമ്മൾ എത്ര കുറ്റം പറയുന്ന വ്യക്തിയിലും കുറച്ചൊക്കെ നല്ല സ്വഭാവം കാണും. ചിലപ്പോൾ നമ്മളെക്കാൾ നല്ല സ്വഭാവം കണ്ടെന്നിരിക്കും. നമ്മൾ എത്ര അങ്ങോട്ട് കുറ്റം ആരോപിക്കുന്ന വ്യക്തിയുടെ ഉള്ളിലും ഒന്ന് ശരിക്കും അങ്ങോട്ട് ഇറങ്ങി പരിശോധിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നന്മ അദ്ദേഹത്തിൽ കാണും. ഉള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. എന്നാൽ നിനവേക്കാരുടെ ഫാസ്റ്റ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത്രയും വല്ലാത്തൊരു ഫാസ്റ്റിംഗ് കണ്ടിട്ടുണ്ടോ ഈ ബൈബിളിൽ എവിടെയെങ്കിലും? പക്ഷെ നിനവേക്കാർ എടുത്തു. നിനവയിൽ നിന്ന് പഠിക്കാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, പഠിക്കേണ്ട ചില പാഠങ്ങളുമുണ്ട്. നിനവയിൽ നിന്ന് പഠിക്കാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, പഠിക്കാൻ പാടുള്ളതുമുണ്ട്, പഠിക്കാൻ കൊള്ളാമെന്നുള്ളതുമുണ്ട്. നിനവേക്കാരുടെ മൃഗങ്ങളെ പോലും പുതപ്പിച്ച് വെള്ളം കൊടുക്കാതെ അവറ്റകളെ കൂടെ ദൈവസന്നിധിയിൽ ഇരുത്തി ട്രെയിൻ ചെയ്യിച്ച വേറൊരു പട്ടണക്കാരെ ഞാൻ കണ്ടിട്ടില്ല. ദൈവസന്നിധിയിൽ ഇരുത്തിച്ച ഈ മൃഗങ്ങൾ അറിയാതെ അബ്ബാന്ന് വിളിച്ചു പോവും. വെള്ളവും ഭക്ഷണവും ഒക്കെ അങ്ങോട്ട് ചെല്ലാതെ വരുമ്പോഴേ അറിയാതെ അബ്ബാന്ന് വിളിച്ചു പോവും. വയറ് കിടന്ന് വിളിക്കുന്ന ചില സമയം കേട്ടിട്ടില്ലേ? വിശന്നിട്ട് അറിയാതെ മൃഗം വിളിച്ചു പോവും. ഈ വിളിയും സ്വർഗത്തിലെത്തണം. ഞാനൊരു കാര്യം നിന്നോട് പറയാം. ഉപവസിക്കുന്നു എന്നുണ്ടെങ്കിൽ ദൈവത്തെ വിളിക്കണം. ഉപവസിക്കുന്നു എന്നുണ്ടെങ്കിൽ ദൈവത്തെ വിളിക്കണം, മനുഷ്യനെ അല്ല വിളിക്കേണ്ടത്. ഉപവസിക്കുന്നു എന്നുണ്ടെങ്കിൽ വിളി ദൈവസന്നിധിയിലെത്തണം. നമ്മുടെ വിളിയും ഫോൺ കോൾസും മനുഷ്യരുടെ അരികിലല്ല എത്തേണ്ടത്. അവിടെ രാജാവ് പറഞ്ഞ കാര്യം എങ്ങനെയാ? മനുഷ്യനും മൃഗവും രട്ടുപുതച്ച ഉച്ചത്തിൽ ദൈവത്തെ വിളിച്ച്. അവിടെ എടുത്തു വെച്ച് പത്തക്ക ഞെക്കാനല്ല അവിടെ പറഞ്ഞേ. ഉച്ചത്തിൽ ദൈവത്തെ വിളിക്കണം. ഉപവാസ സന്ദർഭത്തിൽ ദൈവത്തെ വിളിക്കണം. ഉപവസിക്കുമ്പോൾ ദൈവത്തോട് സംസാരിക്കണം. ഉപവസിക്കുമ്പോൾ ദൈവസന്നിധിയിൽ സ്പെൻഡ് ചെയ്യണം. നമ്മൾ ഫാസ്റ്റിങ്ങും എടുത്തിട്ട് നമ്മൾ ചന്തയിലും പോയി മാർക്കറ്റിലും കറങ്ങി മാളിലും കറങ്ങി അവിടെയും കറങ്ങി ഇവിടെയും കിടന്ന് അവസാനം വന്നിട്ട് ഞാനിന്ന് ഉപവസിച്ചു എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി 1 മണിക്കൂർ ദൈവസന്നിധിയിൽ കുത്തിയിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ മേയേണ്ടടുത്ത് എല്ലാം മേഞ്ഞിട്ടാണ് നമ്മൾ ദൈവസന്നിധി വന്നിരിക്കുന്നത്. ഇവിടെ മൃഗങ്ങൾ മേയരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ മേയരുതെന്ന് തന്നെയാണ് എനിക്കിപ്പോൾ ഇതിനകത്തൊന്ന് പറയാനുള്ളത്. നമ്മൾ മേയേണ്ടടുത്ത് എല്ലാം മേഞ്ഞിട്ടാണ് നമ്മൾ ചെല്ലേണ്ടടുത്ത് എല്ലാം ചെന്ന് വിശേഷവും തിരക്കി സുഖകരം പറഞ്ഞ് കളിയും പറഞ്ഞ് ചിരിയും പറഞ്ഞ് പൊട്ടച്ചൊല്ലും പറഞ്ഞ് പരിഹാസവും കേട്ട് വേണ്ടാധീനവും പറഞ്ഞ് കേൾക്കാൻ പാടില്ലാത്തതും കേട്ട് കാണാൻ പാടില്ലാത്തതും കണ്ടിട്ടാ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നത്. കാര്യം ഉപവാസ സംഭവം രട്ട് പുതച്ചേക്കുക, ഇരിക്കുന്നത് വെണ്ണീറില്ല. ദൈവത്തെ വിളിക്കണം, ദൈവത്തോട് സംസാരിക്കണം, ദൈവസന്നിധിയിൽ സ്പെൻഡ് ചെയ്യണം. ഇവിടെ കേൾക്കാൻ കൊള്ളാവുന്ന പ്രവചനമൊന്നും അല്ല ഇവിടെ നിനവേക്കാർ കേട്ടേക്കുന്നത്. എന്ന് വെച്ചാൽ 40 ദിവസത്തിനകം പട്ടണം കാലി. ആ ദൈവശബ്ദത്തെ തിരിച്ചു വിളിപ്പിച്ച നിനവേക്കാരുടെ വിശ്വാസത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വിശ്വാസം മനുഷ്യരാൽ സംഭവിച്ചൊന്നുമല്ല, ദൈവത്താൽ കൊടുത്തത്. ദൈവം നിനവയെ സ്നേഹിക്കുന്നപ്പ, അതാ ഇതിന്റെ മീനിങ്. ദൈവം നിനവയെ സ്നേഹിക്കുന്നു. പാപം അതിനകത്ത്
വർദ്ധിച്ചു, ഞാൻ അതിനെ നശിപ്പിക്കാൻ പോകുന്നു എന്ന വാക്കിനകത്ത് ഒരു അപ്പൻ്റെ ഉള്ളിൽ ഇവൻ ജീവിച്ചിരിക്കണമെന്നുള്ളൊരു ആശ കിടപ്പുണ്ട്. ഒരപ്പൻ തന്നെ പറഞ്ഞത്, നീ പോയി പ്രവചിക്ക്, ഞാൻ അതിനെ തകർക്കാൻ പോവുക. പക്ഷെ അപ്പൻ്റെ ഉള്ളിൽ ഇവനൊന്ന് ജീവിച്ചിരുന്നെങ്കിൽ, കുഞ്ഞ നിന്നെ കുറിച്ചുള്ള ദൈവികാലോചന ഇത് തന്നെയാണ്, നീ ഒന്ന് നന്നായിരുന്നെങ്കിൽ, ഇവനൊന്ന് എന്നെ അറിഞ്ഞെങ്കിൽ, ഇവനൊന്ന് എൻ്റെ വാക്ക് അനുസരിച്ചെങ്കിൽ. മനുഷ്യൻ എഴുതിത്തള്ളും, തമ്പുരാൻ എഴുതിത്തള്ളതില്ല. ഹല്ലേലൂയ. ഓരോരുത്തൻ താൻ താൻ്റെ ദുർമാർഗവും താൻ താൻ്റെ കൈക്കലുള്ള സാഹസവും വിട്ട് മനം തിരിയുകയും വേണം. ഉപവാസ സമയം സംഭവിക്കേണ്ട ഒരു കാര്യം ഇതാ. ഉപവാസത്തിൽ സംഭവിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദുർമാർഗവും പിടിച്ചു വെച്ച് അഹങ്കാരവും പിടിച്ചു വെച്ചിട്ടിരുന്ന് ദൈവസന്നിധി നിലവിളിക്കുകയല്ല വേണ്ടത്. അവിടെ രാജാവ് എന്നാ പറഞ്ഞു നോക്കി, ഓരോരുത്തൻ താൻ താൻ്റെ ദുർമാർഗവും ഓരോരുത്തൻ താൻ താൻ്റെ ദുർമാർഗവും താൻ താൻ്റെ കയ്യിലുള്ള സാഹസവും വിട്ട് മനം തിരിയുകയും വേണം. 9-ാമത്തെ വാക്യം, ദൈവം വീണ്ടും അനുതപിച്ച് നാം നശിച്ചു പോകാതെ ഇരിക്കേണ്ടതിന് അവൻ്റെ ഉഗ്രകോപം വിട്ടുമാറുമായിരിക്കും. അവർ ദുർമാർഗം വിട്ടു തിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ. ഉപവസിക്കുന്നവരെ ഒന്ന് ശ്രദ്ധിച്ചേ. ഉപവാസത്തിനകത്ത് വിടുതൽ വേണോ? പ്രവൃത്തിക്കകത്ത് ആദ്യം നമ്മളൊരു വിടുതൽ കൊടുക്കണം. നമ്മുടെ പ്രവൃത്തിക്കകത്തൊരു വിടുതൽ കൊടുക്കണം. രാജാവ് പറഞ്ഞു, മൃഗത്തിനെ പട്ടിണി കിടണം, വെള്ളം കൊടുക്കരുത്, അവരെ മേയാൻ വിടരുത്, അവരെ കയറഴിച്ചു വിടരുത്, ഒറ്റ മനുഷ്യൻ ജോലിക്ക് പോയി പോകരുത്, എല്ലാവരും രട്ട് പുതയ്ക്കണം, വെണ്ണീറിലിരിക്കണം, ഉച്ചത്തിൽ നിലവിളിക്കണം. ഇത്രയും മാത്രം പറഞ്ഞാൽ വിടുതൽ കിട്ടുമോ? ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രം വിടുതൽ കിട്ടുമോ? ലാസ്റ്റ് കീ പോയിന്റ് രാജാവ് അവിടെ താഴെ പറഞ്ഞിട്ടിരിക്കുക, അല്ല പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുക. ലാസ്റ്റ് വിടുതലിന്റെ കീ പോയിന്റ് താഴെ കിടക്കുക. എന്താ അത് ഇതാണ്. ദൈവം അമേൻ 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 8-ാമത്തെ വാക്യത്തിന് പകുതി വരുമ്പോൾ, ഉച്ചത്തിൽ ദൈവത്തോട് വിളിച്ച് അപേക്ഷിക്കണം. ഓരോരുത്തൻ താൻ താൻ്റെ ദുർമാർഗവും താൻ താൻ്റെ കൈക്കലുള്ള സാഹസവും വിട്ട് മനം തിരിയണം. മീൻസ് മാനസാന്തരപ്പെടണം. വിടുതലിന്റെ തടസ്സം മാനസാന്തരമില്ലായ്മയാണ്, വേറൊന്നുമല്ല. ഉപവാസത്തിന്റെ ക്വാളിറ്റി കുറഞ്ഞതല്ല, പുതയ്ക്കാൻ രട്ടില്ലാത്തതല്ല, വീട്ടിൽ വെണ്ണീറില്ലാത്തതല്ല, നമ്മൾ പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല, നമ്മുടെ ശബ്ദം ഉച്ചത്തിൽ വിളിക്കാൻ വേണ്ടി ശബ്ദം കുറഞ്ഞു പോയിട്ടല്ല. നമുക്കാണ് ഏറ്റവും കൂടുതൽ ശബ്ദം കർത്താവ് തന്നേക്കുന്നത്. അപ്പോൾ ശബ്ദം കുറഞ്ഞിട്ടല്ല, വിളിക്കാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല, നമ്മൾ വിളിക്കുന്ന പോലെ വേറെ ആരും ദൈവത്തെ വിളിക്കുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പ്രശ്നം താഴെ എവിടെയോ കിടപ്പുണ്ട്. അത് ദുർമാർഗം വിട്ടു തിരിയണമെന്നുമുണ്ട്, സാഹസം വിടണമെന്നുമുണ്ട്, മാനസാന്തരപ്പെടണമെന്നുമുണ്ട്. 10-ാമത്തെ വാക്യത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവർ ദുർമാർഗം വിട്ടു തിരിഞ്ഞു എന്ന് ദൈവം അറിഞ്ഞപ്പോഴെന്നല്ല, അവരുടെ പ്രവർത്തികളാൽ അറിഞ്ഞപ്പോൾ. ഓ മൈ ഗാഡ്. അവർ ദുർമാർഗം വിട്ടു തിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവർത്തികളാൽ അറിഞ്ഞപ്പോൾ. നമ്മുടെ പ്രവൃത്തിക്കകത്താണ് സത്യം പറഞ്ഞാൽ ഇവൻ ഏതാത്മാവിലാണ് ജീവിക്കുന്നതെന്നറിയുന്നത്. ഫിഗറിലല്ല, ഡ്രസ് കോഡിലല്ല, നമ്മുടെ അപ്പിയറൻസിനകത്തൊന്നും അല്ല. ദൈവം പ്രസാദിക്കുന്നത് പ്രവൃത്തിയിലാണേ. ദൈവം ഒരു വ്യക്തിയെ ബ്ലസ് ചെയ്യുന്നത് പ്രവൃത്തി കണ്ടിട്ടാണേ. ദൈവം ഒരു വ്യക്തിയെ ഉപയോഗിക്കുന്നത് പ്രവൃത്തി നോക്കിയിട്ടാണേ. ദൈവം ചിലതൊക്കെ ഒരു വ്യക്തിയുടെ മേൽ പകർന്നു കൊടുക്കുന്നത് പ്രവൃത്തി കണ്ടിട്ടാണേ. അവരുടെ പ്രവൃത്തികളാൽ അറിഞ്ഞപ്പോൾ. അപ്പൊ കർത്താവ് അവരുടെ രട്ടിലല്ല നോക്കിയെന്ന് എനിക്ക് മനസ്സിലായി, അവരുടെ മുഖത്തിലല്ല നോക്കിയെന്ന് മനസ്സിലായി, അവർ ഫുഡ് സ്കിപ്പ് ചെയ്തതല്ല നോക്കിയെന്ന് എനിക്ക് മനസ്സിലായി, അവരുടെ മൃഗങ്ങളെ പോലും വിടാതെ ചേർത്ത് പിടിച്ചിരുന്ന് പ്രാർത്ഥിച്ച അതൊന്നും അല്ല കർത്താവ് നോക്കിയെന്ന് മനസ്സിലായി. ഇവർ പ്രാർത്ഥിച്ചതിന് ശേഷം ചെയ്ത പ്രവൃത്തിയാണ് ദൈവം നോക്കിയത്. ഓ യേശുവിന്റെ നാമത്തിൽ. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതല്ല നോക്കിയത്, പ്രാർത്ഥിച്ചതിന് ശേഷം ചെയ്ത പ്രവൃത്തിയാണ് ദൈവം നോക്കിയത്. അവരുടെ പ്രാർത്ഥന ദിവസങ്ങളെ മാത്രമല്ല നോക്കിയത്, അവരുടെ പ്രാർത്ഥനാ ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ചെയ്ത പ്രവൃത്തികളാണ് നോക്കിയത്. യേശുവിന്റെ നാമത്തിൽ. ഇന്ന് ഈ വചനം ആർക്കൊക്കെയോ ഉള്ളതാണെന്ന്, ഇന്ന് ഈ വേർഡ് ആർക്കൊക്കെയോ ഉള്ളതാണെന്ന്, വലിയ ഒരു കൂട്ടത്തിനുള്ളതാണെന്ന് ഞാൻ വ്യക്തമായി തിരിച്ചറിയുന്നു. ഉപവസിക്കുന്നവരെ നമ്മുടെ പ്രവൃത്തികളെ നന്നാക്കാം. അപ്പൊ പ്രവൃത്തികളാൽ തിരിച്ചറിഞ്ഞപ്പോ ഇവരങ്ങോട്ടിട്ട് ഒരു ലെറ്റർ കർത്താവ് പൊട്ടിച്ച് വായിച്ചു. എന്താ അത്? കർത്താവെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണേ, കർത്താവെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണേ. എൻ്റെ പ്രവൃത്തി വെടിപ്പാക്കിയപ്പോൾ കർത്താവ് ഒരു ദൈവപ്രവൃത്തി നിലവേൽ വെളിപ്പെടുത്തി. അതെന്താന്ന് നിങ്ങളൊന്ന് നോക്കിയേ. അനന്തരം 4-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം. അനന്തരം യോന നഗരം വിട്ടു ചെന്ന് നഗരത്തിന്റെ കിഴക്കേ വശത്തിരുന്നു. അവിടെ ഒരു കുടിലുണ്ടാക്കി നഗരത്തിന് എന്തു ഭവിക്കുമെന്ന് കാണുവോളം അതിൻ കീഴെ തണലിൽ പാർത്തു.
യോനയെ അവൻ്റെ സങ്കടത്തിൽ നിന്ന് വിടുവിപ്പാൻ തക്കവണ്ണം ദൈവം അവൻ്റെ തലയ്ക്ക് തണലായിരിക്കേണ്ടതിന് യഹോവയായ ദൈവം ഒരു ആവണക്ക് കൽപ്പിച്ചുണ്ടാക്കി. ശ്രദ്ധിച്ചേ, ഒരാവണക്ക് കൽപ്പിച്ചുണ്ടാക്കി. അത് അവനു മീതെ വളർന്നു പൊങ്ങി. അപ്പൊ യോന എത്ര വർഷം കാത്തിരുന്നു നോക്കണം. യോന ആവണക്ക് നിമിത്തം അത്യന്തം സന്തോഷിച്ച്. ഈ ആവണക്ക് നിമിത്തം സന്തോഷിക്കുന്നവരാണ് നമുക്കിടയിൽ കൂടുതൽ. ആവണക്ക് നിമിത്തം സന്തോഷിക്കുന്നവരുണ്ട്. എന്ന് വെച്ചാൽ ഇന്നലെ പൊട്ടിക്കിളർത്ത ആവണക്ക് കണ്ടപ്പോൾ ദൈവം എന്നെ അനുഗ്രഹിച്ചു, ദൈവം എന്നെ മാനിച്ചു, ദൈവം എന്നെ മുഴുവൻ കേട്ടെ. ആവണക്ക് നിമിത്തം സന്തോഷിച്ചു. ആവണക്ക് കണ്ട് നമ്മൾ ദൈവം സന്തോഷിക്കാൻ നിൽക്കല്ലേ. ആവണക്ക് കണ്ട് നമ്മൾ സന്തോഷിക്കാൻ നിൽക്കല്ലേ. ആവണക്ക് നമ്മൾ വില കൊടുത്തതല്ലെങ്കിൽ, നമ്മുടെ തലയ്ക്ക് മുകളിൽ പൊങ്ങിയ സുഹൃത്തെ പല കാര്യങ്ങളും നമ്മുടെ പ്രാർത്ഥന കൊണ്ട് മാത്രം നടന്നതാണെന്ന് കരുതരുത്. നമുക്ക് വേണ്ടി എത്രയോ പേർ, അറിഞ്ഞോ അറിയാത്തവരും, നമുക്ക് വേണ്ടി എപ്പോഴൊക്കെയോ പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു കൂട്ടം പ്രാർത്ഥനയുടെ ഫലമാണ് നീ എന്ന വ്യക്തി. ഞാൻ മാത്രം പ്രാർത്ഥിച്ചു, എൻ്റെ വീട്ടുകാരെല്ലാവരും കൂടെ പ്രാർത്ഥിച്ചു, എൻ്റെ ഫാദർ മിനിസ്ട്രിയിൽ നിൽക്കുന്നത് കൊണ്ട് അതിശക്തമായി പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഞങ്ങൾ. ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. ഞാൻ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ പിന്നിൽ എൻ്റെ കുടുംബത്തിൻ്റെയും പ്രാർത്ഥന മാത്രമല്ല, അതിനേക്കാൾ വലിയ ഒരു പ്രാർത്ഥനകൾ പണ്ട് എനിക്കൊരു മുത്തശ്ശി ഉണ്ടായിരുന്നു. ആ മുത്തശ്ശി ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ പോയി. ഞങ്ങളൊക്കെ തകർന്ന് കിടക്കുന്ന സന്ദർഭത്തിൽ നടക്കാൻ മേലാണ്ട് മെല്ലെ വേച്ച് വന്ന് എൻ്റെ വീട്ടിൽ വന്ന് ഞങ്ങളുടെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത് എനിക്ക് ഇന്നെന്ന പോലെ എനിക്ക് ഓർമ്മയുണ്ട്. നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെ ഒന്നും മറക്കരുത്. നമ്മൾ വല്ലപ്പോഴുമൊക്കെ കൈത്താങ്ങിയവരെ ഒന്നും മറക്കരുത്. നമ്മളെ സാമ്പത്തികമായി സപ്പോർട്ട് ചെയ്തവരെ ഒന്നും മറക്കരുത്. നമ്മളൊന്നുമല്ലാത്ത കാലത്ത് നമ്മളെ ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ആയി കണ്ടെങ്കിൽ എന്ന് ആഗ്രഹിച്ചവരെയും നമ്മളെ പ്രോത്സാഹിപ്പിച്ചവരെയും ഒന്നും നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയി കഴിയുമ്പോൾ മറക്കരുത്. പ്രവൃത്തി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജീവിതത്തിലെ അനുഗ്രഹത്തിന്. നന്ദി എന്നത് പ്രവൃത്തിക്കകത്ത് വരുന്നൊരു കാര്യമാണ്. അപ്പോൾ ആവണക്ക് നിമിത്തം യോന സന്തോഷിച്ചു. കാര്യം എന്നാ, കുറച്ച് വിശാലമായിട്ട് കാറ്റൊക്കെ കൊണ്ട് നല്ല തണലത്തിരുന്ന് ആ നഗരം നശിക്കുന്നത് കാണാം. എൻ്റെ പൊന്നു ദൈവമക്കളെ, മറ്റൊരുത്തൻ്റെ നാശം കാണാൻ വേണ്ടി വല്ലാതെ കൊതിക്കരുത്. ഇവിടെ യോന എന്ന് പറയുന്ന ദൈവശബ്ദം കേട്ടവനും പ്രവാചകനും ഒക്കെ തന്നെ. പക്ഷെ ഒരു ആവണക്കും കൂടെ കർത്താവ് വെച്ചു പിടിപ്പിച്ചു കൊടുത്തപ്പോൾ അതിൻ്റെ കീഴിൽ ഇരുന്ന് മറ്റൊരുത്തൻ നശിക്കുന്നത് കാണും. നമ്മൾ അനുഗ്രഹിക്കപ്പെടണോ, മറ്റൊരുത്തൻ്റെ നാശം കൊതിക്കല്ലേ. നമ്മുടെ മക്കളൊക്കെ ഗതി പിടിക്കണോ, മറ്റൊരു പിള്ളേരുടെ തകർച്ച കാണല്ലേ. നമ്മുടെ പിള്ളേർ ജയിക്കണോ, മറ്റൊരു കുട്ടി തോക്കണോ എന്ന് ആഗ്രഹിക്കല്ലേ. നമ്മൾ ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടണോ, മറ്റൊരുത്തൻ ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുന്നത് കാണുമ്പോൾ കണ്ണുകടി ഉണ്ടാവില്ല. സ്തോത്രം. അപ്പോൾ അത് തലയ്ക്ക് മീതെ വളർന്നു പൊങ്ങി. യോന ആവണക്ക് നിമിത്തം അത്യന്തം സന്തോഷിച്ചു. പിറ്റേന്നാൾ പുലർന്നപ്പോൾ ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി. ഇത്രയേ ഉള്ളൂ. മനുഷ്യൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ. ദൈവം കൽപ്പിച്ചാക്കുന്ന ഒരു പുഴുവിനേ ഉള്ളൂ. നമ്മുടെ തലയ്ക്ക് മുകളിൽ പൊങ്ങി നിൽക്കുന്ന നമ്മുടെ പേരും പ്രശസ്തിയും പണവും പ്രതാപവും വീടും കൂടും കാറും ബംഗ്ലാവും സ്ഥാനമാനങ്ങളും എല്ലാം ദൈവത്തിൻ്റെ ഒരു പുഴുവിനേ ഉള്ളടോ. ദൈവം കൽപ്പിച്ചാക്കുന്ന ഒരു പുഴുവിനേ ഉള്ളൂ. യോന ആവണക്ക് നിമിത്തം സന്തോഷിച്ചു, ദൈവത്തെ നിമിത്തം സന്തോഷിച്ചു എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടില്ല. മാത്രമല്ല, പുള്ളി വെയിറ്റ് ചെയ്യുന്ന ഒരു പട്ടണത്തിൻ്റെ തകർച്ച കാണാൻ. അറ്റ്ലീസ്റ്റ് ആ പട്ടണം ഒന്ന് രക്ഷപ്പെടണേ കർത്താവ്, നീ അതിനോട് മനസ്സലിയണത്. അബ്രഹാം എന്നാ പ്രാർത്ഥിച്ചേ? അബ്രഹാം എന്താ പ്രാർത്ഥിച്ചേ? അബ്രഹാം എന്താ? തുടങ്ങട്ടെ കർത്താവേ, ഞാൻ പുറകിലുണ്ടെന്ന് പറഞ്ഞോ. പൊളിക്ക് കർത്താവേ, സ്വതം പറഞ്ഞു, ആദ്യത്തെ തൊഴി ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞോ. ആ പട്ടണത്തിലൊരു 5 നീതിമാനുണ്ടെങ്കിൽ ആ പട്ടണത്തെ വിടാവോ കർത്താവേ എന്ന് ചോദിച്ചു. 5 നീതിമാനുണ്ടെങ്കിൽ ആ പട്ടണത്തെ രക്ഷിക്കാവോ കർത്താവേ? കുഞ്ഞുങ്ങളെ, നമുക്ക് ആത്മഭാരം വേണം. ഒരു വ്യക്തിക്ക് വേണ്ടിയും ഒരു കുടുംബത്തിന് വേണ്ടിയും രക്ഷിക്കപ്പെടാത്തവരെ കുറിച്ചും നമുക്കൊരു ആത്മഭാരം ഉണ്ടാവണം. യോനയ്ക്കതില്ല, ഇല്ലായിരുന്നു. പക്ഷെ യോനയെ കർത്താവ് ട്രെയിൻ ചെയ്തു. യോനയെ കർത്താവ് വെറുക്കുന്നു? ഇല്ല, യോനയെ കർത്താവ് വെറുക്കുന്നില്ല. യോനയെ കർത്താവ് സ്നേഹിക്കുന്നുണ്ടാവും. ഒത്തിരി ട്രെയിനിങ് പീരീഡുകൾ, യോനയുടെ ട്രെയിനിങ് പീരീഡ് കൂടുതലായിരുന്നു. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ പറയുന്ന സന്ദർഭത്തിൽ പല കാര്യങ്ങളും നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഇനിയും നമ്മൾ എവിടെയോ ലെവലാവാനുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ എവിടെയോ ലെവലാവാനുണ്ട്. നമ്മുടെ എവിടെയൊക്കെ കോട്ടം പിടിക്കാനുണ്ട്.
നമ്മുടെ ട്രെയിനിങ് പീരീഡ് കൂടുതലാണെങ്കിൽ നമ്മൾ ഇനിയും അതിൽ പരിശീലിക്കേണ്ടിയിരിക്കും. യോനയെ കർത്താവ് സ്നേഹിക്കുന്നുകൊണ്ടാണ് ഒത്തിരി പരീക്ഷകൾക്കകത്തൂടെ കടത്തി വിട്ടത്. പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ടാണ് പരീക്ഷകൾക്കകത്തൂടെ പോകാൻ അനുവദിക്കുന്നത്. പക്ഷെ നിങ്ങളെ ദൈവം ഇടറാൻ അനുവദിക്കത്തില്ല. പരീക്ഷ അനുവദിക്കുന്നവൻ പരീക്ഷയോടുകൂടെ പോക്കുവഴിയും കണ്ടിട്ടുണ്ടെന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. അപ്പോൾ പിറ്റേന്നാൾ പുലർന്നപ്പോൾ ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി അത് ആവണക്ക് കുത്തിക്കളഞ്ഞു. അത് വാടിപ്പോയി. സൂര്യൻ ഉദിച്ചപ്പോൾ ദൈവം അത്യുഷ്ണമുള്ളൊരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി വെയിൽ യോനയുടെ തലയിൽ കൊള്ളുകയാൽ അവൻ ക്ഷീണിച്ചു മരിച്ചാൽ കൊള്ളാമെന്ന് ഇച്ഛിച്ചു. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന് എന്ന് പറഞ്ഞു. വീണ്ടും പുള്ളി മരണത്തിന്റെ വാക്ക് പറഞ്ഞു. പറയാൻ കൊള്ളാവോ? നിങ്ങളും ചിന്തിച്ച് പറയാൻ കൊള്ളാവോ? പറയാൻ കൊള്ളത്തില്ല. നേരത്തെ 4-ാമത്തെ അധ്യായം തുടങ്ങിയപ്പോൾ മുതൽ പറഞ്ഞു തുടങ്ങിയതാ, മരിച്ചാൽ മതി. നിങ്ങൾ എന്ത് റിപ്പീറ്റായിട്ട് നിങ്ങളുടെ നാവി പറയുമോ അത് തന്നെ ഇങ്ങനെ പുറത്ത് വന്നു. നിങ്ങൾ ഉറങ്ങിയാലും ചിലപ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കും. ഉറങ്ങിയാലും വായി പറഞ്ഞുകൊണ്ടിരിക്കും. എൻ്റെ മൂത്ത ആളെ ഇളയ ആളെ ഭയങ്കരമായിട്ട് കളിപ്പിക്കും, ഭയങ്കരമായിട്ട് അടിയും കൂടും. രണ്ടും പറയണം. മൂത്ത മോള് ഇളയ മോനെ ഭയങ്കരമായിട്ട് കളിപ്പിക്കും, അതുപോലെ വഴക്കും കൂടും, അടിയും ഉണ്ടാക്കും. അപ്പോൾ ദേഷ്യം വരുമ്പോൾ ഇവള് ചീറി ഒരു വിളിയുണ്ട്. മോനെ ചീറി ഒരു വിളിയുണ്ട്, ടാ എന്ന് പറഞ്ഞൊരു വിളിയുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇവർ കിടന്ന് ഉറങ്ങിയപ്പോൾ നല്ല സൈലൻ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ. ഞാനാണെങ്കിൽ ഇവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞ് ഇച്ചിരിയും ചെന്നങ്ങോട്ട് കിടക്കുന്നതേ ഉള്ളൂ. കിടന്നോടെ ടാ എന്ന് പറഞ്ഞൊരു ചീറിപ്പാഞ്ഞൊരു വിളി. വൈഫ് ഉണന്നില്ല, പക്ഷെ ഞാൻ ഉണന്നു. കാരണം ഞാൻ അന്ന് ചെന്ന് കിടന്നങ്ങോട്ട് കിടന്ന് ഢാ എന്ന് പറഞ്ഞൊരു വിളി. അന്നേരം എനിക്ക് പിടി കിട്ടി. അവനെ വിളിച്ചൊരു വിളിയാ. സംഭവം എന്താ? എപ്പോഴും ഇത് തന്നെയാണ്, സ്നേഹവും അടിയും ഒരുമിച്ച് നടക്കും. ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്, കുറച്ച് കഴിയുമ്പോൾ അവിടെ തല്ലുകൾ കൂടുന്നതാണ് രണ്ടുപേരും കൂടെ. അപ്പോൾ ഇത് ശീലിച്ചതാ. ദേഷ്യം വരുമ്പോൾ ഢാ എന്ന് പറഞ്ഞാൽ ആ വിളി അവൾ ഉറങ്ങിക്കിടന്നപ്പോഴും വിളിക്കുക വായിക്കകത്ത്. നമ്മൾ ഈ പറയുന്നത് നമ്മുടെ ഉള്ളിലിട്ട് ഇങ്ങനെ നമ്മൾ മനനം ചെയ്യുന്നത്, അത് വചനമാണെങ്കിൽ നിങ്ങളുടെ വായിൽ അത് വചനമായിട്ട് വരും. അത് വേണ്ടാത്ത എന്തെങ്കിലും ചിന്തയാണെങ്കിൽ അത് എപ്പോൾ കണ്ണടച്ചാൽ ആ സാധനം മുന്നിൽ വരത്തുള്ളൂ. നിനവേക്കാരുടെ പ്രവൃത്തി നന്നായി എന്ന് കർത്താവ് കണ്ടപ്പോൾ, ഇങ്ങനെ വചനം കിടക്കുന്നത്, നിനവേക്കാരുടെ പ്രവൃത്തി നന്നായി എന്ന് കർത്താവ് കണ്ടപ്പോൾ വിടുതലായി. നിനവേക്ക് വിടുതലായി. 40 ദിവസം കൊണ്ട് ഉന്മൂലമാക്കുമെന്ന് പറഞ്ഞ പട്ടണത്തോട് ദൈവം മനസ്സലിഞ്ഞു. ആമേൻ. അത് താഴേക്ക് പറയുന്നുണ്ട്. സൂര്യൻ ഉദിച്ചപ്പോൾ യോനയുടെ തലയിൽ തീ തട്ടിയപ്പോൾ, ചൂട് തട്ടിയപ്പോൾ യോന ദൈവത്തിന് നേരെ പിറുപിറുത്തു. മരിച്ചാൽ കൊള്ളാമെന്ന് പറഞ്ഞ് തീരുമാനിച്ചു. ഇത് വിഹിതമോ? ദൈവം ചോദിക്കും, ഇത് വിഹിതമോ? 9-ാമത്തെ വാക്യം പറയുമ്പോൾ ദൈവം യോനയോട്, നീ ആവണക്ക് നിമിത്തം കോപിക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചതിന് അവൻ, ഞാൻ മരണപര്യന്തം കോപിക്കുന്നത് വിഹിതം തന്നെ എന്ന് പറഞ്ഞു. അതിന് യഹോവ, നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ ഉണ്ടായി വരികയും ഒരു രാത്രിയിൽ നശിച്ചു പോകുകയും ചെയ്തിരിക്കുന്ന ആവണക്കിനെ കുറിച്ച് നിനക്ക് അയ്യോഭാവം തോന്നുന്നുവല്ലോ. എന്നാൽ വലങ്കയും ഇടങ്കയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 1,20,000 ചില്ലുവാനം മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയോട് എനിക്ക് അയ്യോഭാവം തോന്നരുതോ? ഇനി നിങ്ങൾ പറ, 40 ദിവസത്തിനകത്ത് തകർത്ത് കളയുമെന്ന് കർത്താവ് പറഞ്ഞത് മനസ്സോടെയാണോ അതോ ഇവർ മാനസാന്തരപ്പെടാനാണോ? ചില തകർച്ചകൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്, ചില തകർച്ചകൾ കർത്താവ് അനുവദിക്കുന്നത് എവിടേക്കോ നമ്മളൊന്ന് മാനസാന്തരപ്പെടാൻ വേണ്ടിയാണ്. നമ്മുടെ ചുവടൊന്ന് നിൽക്കുന്നിടത്തുനിന്ന് ഒന്ന് ഉയർത്തി വെക്കാൻ വേണ്ടിയാണ് കർത്താവ് ചിലതൊക്കെ അനുവദിക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തെ, നമ്മളൊക്കെ ദൈവത്തിന് നേരെ മല്ല് പിടിക്കുന്നത് നമ്മൾ നട്ടു വളർത്തിയിട്ടില്ലാത്ത ചില ആവണക്കുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്ന സന്ദർഭത്തിലാണ്. നമ്മൾ വില കൊടുത്തിട്ടില്ലാതെ വന്ന ബന്ധങ്ങൾ, അതിൽ നിന്ന് നമുക്കുണ്ടായ പ്രോഫിറ്റ് നഷ്ടപ്പെടുമ്പോൾ അവരെന്നെ വിട്ടുപോയി, ഇത് ദൈവത്തിന് എന്തുകൊണ്ട് പിടിച്ചു നിർത്താൻ പറ്റിയില്ല എന്ന് ചിന്തിച്ചാണ് മല്ല് പിടിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കാത്ത ചില അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കയറി സഡൻലി അത് നമ്മളെ വിട്ട് അങ്ങോട്ട് മാറിയപ്പോൾ നമ്മൾ പെട്ടെന്ന് ദൈവത്തിന് ആ അനുഗ്രഹം എന്നിൽ നിന്ന് പോയി, നീ എന്തുകൊണ്ട് പിടിച്ചു നിർത്തിയില്ല എന്ന് ചോദിച്ച് നമ്മൾ മല്ല് പിടിക്കുകയാണ്. അത് തന്നെ ദൈവം യോനയോടും ചോദിച്ചത്, നീ കോപിക്കുന്നത് വിഹിതമോ? നീ ആവണക്ക് നിമിത്തം കോപിക്കുന്നത് വിഹിതമോ? നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ ഉണ്ടായി വരികയും ഒരു രാത്രിയിൽ നശിച്ചു പോവുകയും ചെയ്ത ആവണക്കിനെ കുറിച്ച് നിനക്ക് അയ്യോഭാവം തോന്നുന്നുവോ? ഇതിനകത്തൊരു ദൂത് എനിക്ക് പറയാനുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ച് നേടുന്നതിനെ പിശാചിനെടുക്കാൻ പറ്റത്തില്ല. ആമേൻ പറയുന്നത് നല്ലതാ. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്നതിനെ കവരാൻ സാത്താന് പറ്റത്തില്ല. ദൈവം അതിനെ പ്രൊട്ടക്ട് ചെയ്യും. നമ്മൾ നീതിയോടെ സമ്പാദിക്കുന്നതിനെ ചോർത്തിക്കൊണ്ടുപോകാൻ ദൈവം പിശാചിനെ അനുവദിക്കത്തൊന്നുമില്ല. ദൈവം പ്രൊട്ടക്ട് ചെയ്യും. നമ്മൾ വില കൊടുക്കുന്നതിനെ
അടിച്ചു മാറ്റിക്കൊണ്ട് പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യും. കവർച്ചയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നവര് അതങ്ങനെ അങ്ങ് പോവും. ഞാൻ അല്ലാത്ത കാര്യമാണ് പറയുന്നത്. നീ അധ്വാനിച്ചില്ലല്ലോ യോന, ഈ ആവണക്ക് വളരാൻ നീ തടമെടുത്തോ? ഈ തൈ നീ കൊണ്ട് നട്ടോ യോന? നീ ഇതിന് വെള്ളം ഒഴിച്ചോ യോന? നീ ഇതിനെ നോക്കി വളർത്തിയോ യോന? നീ സസ്യത്തോട് സംസാരിച്ചോ യോന? നീ ഇത് വളരാൻ വേണ്ടി പ്രാർത്ഥിച്ചോ യോന? യോനയ്ക്ക് മറുപടിയില്ല. ദൈവം നമ്മളോട് ചോദിച്ചാലോ? നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചില കാര്യങ്ങൾ ചോദ്യശരങ്ങളായി ഇട്ട് കൊടുത്തേക്കുമ്പോൾ, ഇയ്യോബ് ഇതുപോലെ കുറച്ച് ചോദ്യശരങ്ങൾ ഇട്ട് കൊടുത്തായിരുന്നു. കർത്താവ് തിരിച്ച് റിപ്ലൈ ചെയ്തപ്പോൾ ഇയ്യോബിൻ്റെ വാടഞ്ഞു പോയി. ഇതുപോലെ ചോദിച്ചാലോ? നമ്മൾ ദൈവസന്നിധിയിൽ വിരൽ ചൂണ്ടി ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ, നീ അധ്വാനിച്ചോടാ? നീ ഈ വിടുതലിന് യോഗ്യനാണോടാ? നിനക്ക് ഇതിൻ്റെ വിടുതൽ ഈ സമയം കിട്ടാൻ നീ അധ്വാനിച്ചോടാ? നീ പ്രാർത്ഥിച്ചോടാ? നീ ഉപവസിച്ചോടാ? ദൈവം നമ്മളോട് ചോദിച്ചാലോ? അതാ യോനയോട് ദൈവവും ചോദിച്ചത്. യോന, നീ ഇത് അധ്വാനിച്ചോ? യോന, ഇങ്ങനെ ഒരു ആവണക്ക് വേണോ നീ എന്നോട് പറഞ്ഞോ? ഞാൻ നിനക്ക് കൽപ്പിച്ചാക്കിയതാ. ഒരു ദൂത് പറയാനുണ്ട്. നമ്മൾ ചോദിച്ചത് മാത്രമൊന്നുമല്ല, ചോദിക്കാത്തതും കർത്താവ് തന്നിട്ടുണ്ട്. ദൈവം നമ്മൾ ചോദിക്കാത്ത ചില ബ്ലെസ്സിങ്സ് നമുക്ക് തന്നിരിക്കുന്നത് നിലനിൽക്കണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ ക്ഷേമം അന്വേഷിക്കുന്നവരായിരിക്കണം. അയ്യോ, അതൊരു വലിയ വാക്കാട്ടോ. യോന ഒരു കുടിലുണ്ടാക്കി അതിൻ്റെ തണലിൽ ഇരുന്ന സന്ദർഭത്തിൽ അതിനേക്കാൾ നല്ലൊരു തണൽ ഇവനുണ്ടാകട്ടെ എന്ന് ദൈവത്തിന് ഇഷ്ടം തോന്നി ഉണ്ടാക്കിയ ഒരു ആവണക്ക് വന്നപ്പോൾ ഇവൻ അത്യന്തം സന്തോഷിച്ചു. പക്ഷെ അതിൻ്റെ കീഴിലിരുന്നുകൊണ്ട് മറ്റുള്ളവനെ കുത്താൻ നിൽക്കല്ല്. ദൈവം തന്നേക്കുന്ന സേഫ് പീരീഡിനകത്ത് നിന്നുകൊണ്ട്, ദൈവം തന്നേക്കുന്ന സെക്യൂരിറ്റിക്കകത്തിരുന്നുകൊണ്ട് മറ്റുള്ളവനെ കുത്താൻ നിൽക്കല്ല്, നശിച്ചു പോകും. അതാ ദൈവം ചോദിച്ചേ, യോന, നീ തൈ കൊണ്ട് ഇവിടെ നട്ടായിരുന്നോ? നീ ഇതിന് വെള്ളം ഒഴിച്ചോ? നീ ഇത് ഉണ്ടാവണമെന്ന് എന്നോട് പ്രാർത്ഥിച്ചോടാ? നീ ചോദിക്കാതെ നിനക്ക് ഞാൻ തന്ന ബ്ലെസ്സിങ് എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഞാനതെടുക്കും. നീ അതിനു വേണ്ടി കവർ ചെയ്ത് പ്രാർത്ഥിച്ചിട്ട് പോലും ഇല്ലല്ലോ. നീ ഒരു താങ്ക്സ് പറഞ്ഞില്ലല്ലോടാ ഒരു ആവണക്ക് ഞാൻ നിനക്ക് ഉണ്ടാക്കി വെച്ചപ്പോൾ. നന്ദിയുള്ളവരായിരിപ്പിൻ. നമ്മൾ ചോദിക്കാത്ത എത്രയോ അനുഗ്രഹം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ താങ്ക്സ് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ആവണക്കിനെ കുറിച്ച് സന്തോഷിച്ചു, പക്ഷെ താങ്ക് യു ലോർഡ് ഒരു വാക്ക് പറഞ്ഞില്ല. അതുകൊണ്ട് ആ ആവണക്കിനെ കർത്താവ് നീതിയോടെ അങ്ങ് തിരിച്ചെടുത്തു. അങ്ങനെ നിനക്ക് ഈ ആവണക്കിനെ കുറിച്ച്, ആവണക്ക് നശിച്ചു പോയപ്പോൾ, അതിൻ്റെ തണൽ നഷ്ടപ്പെട്ടപ്പോൾ നിനക്ക് ഇത്രയും കോപം നിനക്ക് വന്നു. നീ എന്നോട് ഇങ്ങനെ മത്സരിക്കുന്നു എങ്കിൽ, എടാ, ഇടം കൈയും വലം കൈയും അറിയാത്ത 1,20,000 ചില്ലുവാനം മനുഷ്യരും അനേകം മൃഗങ്ങളും ഉള്ള ഈ വലിയ മഹാനഗരമാകുന്ന പട്ടണമാകുന്ന നിനവയോട് എനിക്ക് അയ്യോഭാവം തോന്നരുതോ? നമ്മുടെ ജീവിതത്തിലുള്ള ആവണക്കുകൾ നഷ്ടപ്പെടുമ്പോൾ, തണൽ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ തളർന്നു പോകാറുണ്ടോ? നമ്മുടെ വിശ്വാസത്തിൽ തളർന്നു പോകാറുണ്ടോ? നമ്മൾ ദുഃഖിക്കാറുണ്ടോ? സങ്കടപ്പെടാറുണ്ടോ? പരിതപിക്കാറുണ്ടോ? പരാതി പറയാറുണ്ടോ? നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് തിരുത്താം. കർത്താവ് അതിനേക്കാൾ വലിയ കാര്യം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക. എല്ലാവരും നന്നായിരിക്കണം ദൈവം ആഗ്രഹിക്കുന്നു. എല്ലാവരും മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഒരു നിനവേയും നശിച്ചു പോകണം ദൈവം ആഗ്രഹിക്കുന്നില്ല. ഒരു സോദോം ഗൊമോറയും നശിച്ചു പോകണം ദൈവം ആഗ്രഹിക്കുന്നതല്ല. പക്ഷേ പട്ടണം അത് തിരിച്ചറിയണം, രാജ്യം അത് തിരിച്ചറിയണം, വ്യക്തികൾ അത് തിരിച്ചറിയണം. മനം തിരിയാൻ മനസ്സുള്ളവൻ, ഉപവസിക്കാൻ മനസ്സുള്ളവൻ, ഒരുപോലെ വലിപ്പ ചെറുപ്പം നോക്കാതെ ദൈവസന്നിധിയിലിരുന്ന് നിലവിളിക്കാനും പ്രാർത്ഥിക്കാനും മനസ്സുള്ളവൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്ന അതിൻ്റെ വീണ്ടെടുപ്പിൻ്റെ ശക്തിയെ അയക്കുന്ന ഒരു ദൈവമാണ്. ലോകം മുഴുവനും നശിച്ചു പോകുന്നു എന്നറിഞ്ഞപ്പോൾ സ്വന്തം പുത്രനെ ആദരിക്കാതെ അവനെ നമുക്ക് വേണ്ടി തന്ന്, അവൻ്റെ അവസാനത്തുള്ളി രക്തം വരെ നമുക്ക് ഊറ്റിത്തന്ന് അവനിലൂടെ പാപമോചനവും ശാപമോചനവും മാനവരാശിക്ക് നൽകിയ ദൈവമാണ്. ആ ദൈവം ഒരു മനുഷ്യന് നശിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ആരും നശിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളും തകർന്നു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ എല്ലാവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഒരു വ്യക്തി പോലും, ഒരു പാപി പോലും നരകത്തിലേക്ക് പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഒരു മനുഷ്യൻ പോലും നിത്യതയിൽ എത്തരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. ഒരു മനുഷ്യൻ പോലും നിത്യതയ്ക്ക് ഇവൻ യോഗ്യനല്ല എന്ന് വിധിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ന്യായവിസ്താര ദിവസത്തിൽ ഒരുവൻ പോലും കുറ്റക്കാരന്റെ പക്ഷത്തുണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിപ്പിൻ, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിപ്പിൻ, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. റുഫാറാബാസിയ ലിബ്രാകാറ്റലഹുഷ് ലേബ്രാകാസിയാൻതലറബ. Praise the Lord.
ശബന റഖോനിയ ധനരവ. ആ നിത്യതയിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ എത്തിക്കാനായി ട്രെയിൻ ചെയ്യും. ആ നിത്യതയിലേക്ക് നമ്മൾ എത്തണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. നമ്മൾ യേശുവിൻ്റെ സ്നേഹത്തെ അറിയണമെന്നും അത് പ്രചരിപ്പിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. ഒരു വ്യക്തി പോലും നശിച്ചു പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. നിനവയെ തിരിച്ചെടുത്ത ദൈവം നിനവയ്ക്ക് സമാനമായ അനുഭവങ്ങളുള്ളവരെയും പട്ടണങ്ങളെയും കർത്താവ് തിരിച്ചു പിടിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഒത്തിരി നിനവെ കർത്താവിലേക്ക് തിരിയാനുണ്ട്. ഒത്തിരി നിനവെ കർത്താവിലേക്ക് തിരിയാനുണ്ട്. ഒത്തിരി സോദോം ഗൊമോറ കർത്താവിലേക്ക് തിരിയാനുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ഒത്തിരി സോദോം ഗൊമോറ കർത്താവിലേക്ക് തിരിയാനുണ്ട്. ഒത്തിരി സോദോം ഗൊമോറ കർത്താവിലേക്ക് തിരിയാൻ, ഒത്തിരി പാപികൾ യേശുവിലേക്ക് തിരിയാനുണ്ട്. ഒത്തിരി പാപികൾ മാനസാന്തരപ്പെടാനുണ്ട്. നമ്മുടെ രാജ്യത്തിലുണ്ട്. അവരെല്ലാം ക്രിസ്തുവിലേക്ക് വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയേക്കാൾ വലിയ മറുപടികൾ, തണലുകൾ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ അതിലേതെങ്കിലും ഒരു തണൽ, ഏതെങ്കിലും ഒരു ശിഖരം ഒടിയുമ്പോൾ നമ്മൾ ദൈവത്തിന് നേരെ പിറുപിറുക്കുന്നവരാണെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ നമുക്ക് ശുദ്ധീകരിക്കാം. നമുക്കൊരു മാനസാന്തരം ആവശ്യമാണെന്ന് ഈ വചനം നമ്മളോട് സംസാരിക്കുന്നുവെങ്കിൽ നമുക്കതിനായി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. അവന്റെ സ്നേഹം വലുത്, അവന്റെ കരുതൽ വലുത്, കർത്താവിന്റെ ഇടപെടൽ വലുത്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏതൊക്കെയോ ഭവനങ്ങളെ കർത്താവ് സ്പർശിക്കുകയാണ്. ഏതൊക്കെയോ വ്യക്തികളെ കർത്താവ് സ്പർശിക്കുകയാണ്. ഏതൊക്കെയോ കുടുംബങ്ങൾക്കകത്തേക്ക് ദിവ്യ സമാധാനം സ്വർഗം പകരുകയാണ്. ഏതൊക്കെയോ വ്യക്തികളെ കർത്താവ് ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ രോഗബന്ധനങ്ങളും ദൈവം ക്യാൻസൽ ചെയ്യുന്നു. എല്ലാ വാക്കിൻ്റെ കെട്ടുകളും ദൈവം അഴിക്കുന്നു. എല്ലാ മടുപ്പും മരവിപ്പും കർത്താവ് ശാസിക്കുന്നു. ദൈവസ്നേഹം ഒഴുകുന്നു. ദൈവസ്നേഹം ഒഴുകുന്നു. ദൈവസ്നേഹം ഒഴുകുന്നു. ദൈവസ്നേഹം ഒഴുകുന്നു. നിനവയോട് എന്തെന്നില്ലാത്ത ഒരു സ്നേഹം കർത്താവിനുണ്ടായി. അവൻ അയ്യോഭാവം തോന്നി. മനുഷ്യർക്ക് അയ്യോഭാവം തോന്നാത്തടുത്ത് ദൈവത്തിന് അയ്യോഭാവം തോന്നി. മനുഷ്യർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്ത കേസിനെ ദൈവം ഹെൽപ്പ് ചെയ്യാനായിട്ട് തയ്യാറായി. മനുഷ്യർക്ക് തിരിച്ചു പിടിക്കാൻ പറ്റാത്തതിനെ ദൈവം തിരിച്ചു പിടിച്ചു. ആമേൻ. ഇന്ന് നിങ്ങളെയും കൊണ്ട് തിരിച്ചു പിടിക്കാൻ പറ്റാത്തതിനെയൊക്കെ കർത്താവിൻ്റെ കയ്യിലേക്ക് വിട്ടുകൊടുക്കുക. അവിടുന്ന് കരം നീട്ടി അതിനെ തിരിച്ചു പിടിക്കാൻ പോവുകയാണ്. ആമേൻ. ഒരു യോനയ്ക്ക് പ്രവചിക്കാനേ കഴിഞ്ഞുള്ളൂ, പക്ഷെ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ല. തിരിച്ചു പിടിക്കാനുള്ള മനസ്സില്ല. ആമേൻ, ആമേൻ, ആമേൻ. പക്ഷേ ദൈവത്തിന് പ്രവചിക്കാൻ, പ്രവചനം അധരത്തിൽ കൊടുത്ത ദൈവത്തിന് ആ നിനവെ പട്ടണത്തെ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ തകർന്നു പോകുമെന്ന് നീ വിധി എഴുതിയ പലതും തിരിച്ചു പിടിക്കാൻ എൻ്റെ ദൈവം വിശ്വസ്തൻ. അവന്റെ സ്നേഹം മതിയായത്. ആ കർത്താവിന്റെ കരം ഇതുവരെ കുറുകി പോയിട്ടില്ല. അവന്റെ കരം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഇന്നുമുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം ആ കരങ്ങളെ അടിച്ചു ദൈവത്തെ മഹത്വപ്പെടുത്തിയേ. ഓ ഹല്ലേലൂയ. ഓ നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ. ഇത്രത്തോളം താതൻ എന്നെ സ്നേഹിച്ചുവല്ലോ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ. ഇത്രത്തോളം താതൻ എന്നെ സ്നേഹിച്ചുവല്ലോ. പിതാവേ, ഞാൻ ഈ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. ഓരോ ഭവനങ്ങൾക്കകത്തേക്കും ആ ദിവ്യ സമാധാനം ഇന്നൊഴുകിയതിനായി നന്ദി. തകർന്നുപോയ ഭവനങ്ങളെ, തകർന്നുപോയ വ്യക്തികളെ കർത്താവെ, തകർന്നുപോയ അവൻ ശുശ്രൂഷകളെ, സ്വഭാവത്തെ ഒക്കെ കർത്താവെ, നീ പണിതെടുക്കുന്ന ഈ ദിവ്യവചനം ഞങ്ങളുടെ മധ്യത്തിലേക്ക് ഇറക്കി തന്ന അങ്ങയുടെ സ്നേഹത്തിനായി ഞങ്ങൾ നന്ദി പറയുന്ന. ഈ തിരുവെഴുത്ത് കേട്ട ഒരു വ്യക്തി പോലും അവിടെ നശിച്ചു പോകാൻ അവിടെ നിന്ന് അനുവദിക്കരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കർത്താവിൻ്റെ വരവിനായി ഒരുക്കണമേ. ഞങ്ങളെ ബലപ്പെടുത്തണമേ. ആ നിത്യതയ്ക്ക് അവകാശികളാക്കി ഞങ്ങളെ മാറ്റണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.